മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളാണ് ഈ രാവിലെ നാം ചിന്തയ്ക്കെടുക്കുന്നത്. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 5 to 5-ാം വാക്യം മുതൽ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ നിന്നാണ് ഇന്നത്തെ ചിന്തകൾ ആരംഭിക്കുന്നത്. ശരിക്കും ഉപവാസം എന്നൊക്കെ പറയുന്നത് ഒരു ഉൾവലിച്ചിലാണ്. ഉൾവലിച്ചിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് പുറകോട്ട് വലിയുക. ഏതൊരു അഭ്യാസിയും ആദ്യത്തെ ചുവട് പുറകോട്ടാണ് വെക്കുന്നത്, തൻ്റെ നിലയുറപ്പിക്കുന്ന അവിടെയാണ്. നമ്മൾ ഈ പണ്ട് തോടൊക്കെ ചാടിക്കിടക്കത്തില്ലേ പിള്ളേർ, തോട് വന്നിട്ട് അങ്ങനെ ചാടാനൊക്കത്തില്ല, പകരം ഒന്നുകൂടെ ബാക്കിലോട്ട് വന്ന് ആഞ്ഞിട്ട് വേണം ചാടാൻ. അതുപോലെ ഈ 2015 നമ്മൾ ഉൾവലിയുകയാണ്. 1-2 മണിക്കൂറുകളാകാം, എങ്കിലും ഒന്ന് ആഞ്ഞ് ഒരു പുതിയ ബലം ധരിക്കാനായിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രാർത്ഥന. നല്ല ശ്രേഷ്ഠകരമായ ഒരു പ്രാർത്ഥനാ ലൈഫ് എങ്ങനെ ഉണ്ടാകുക, എങ്ങനെ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. എല്ലാവർക്കും പ്രശ്നമുള്ളത് പ്രാർത്ഥിക്കാൻ ഭയങ്കര വാഞ്ചയുള്ളവരാണ്. നമുക്ക് ഇങ്ങനെയുള്ള വേദികളൊക്കെ കിട്ടുമ്പം ഒത്തിരി വാക്കുകളും കിട്ടാറുണ്ട്, ഒത്തിരി സമയം പ്രാർത്ഥിക്കാറുമുണ്ട്. പക്ഷെ ഈ വ്യക്തിപരമായി നമുക്ക് നല്ലൊരു പ്രാർത്ഥനാ ലൈഫ് വളരെ കുറവാണ്. അതെങ്ങനെ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയുക, അതാണ് നമ്മൾ ഈ രാവിലെ എടുക്കുന്നത്. ഈ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. ഗിരിപ്രഭാഷണം എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിന് മാഗ്ന കാർട്ട, പുതിയ നിയമത്തിന് നിയമാവലികൾ. ഈ കേൾവിക്കാർ യഹൂദന്മാരാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും നിയമമുള്ള ജാതി, സ്പെഷ്യൽ ജനം. യഹൂദനെ സംബന്ധിച്ച് അവന് ജനിച്ച 8-ാം നാൾ മുതൽ പ്രമാണമുള്ളവനാണ്. 8-ാമത്തെ ദിവസം അവൻ അറിഞ്ഞോ അറിയാതെയോ അവൻ്റെ ശരീരത്തിൽ പരിച്ഛേദന തുടങ്ങി അവൻ പ്രമാണത്തോട് ബന്ധിക്കപ്പെടുക. അവൻ എല്ലാ വസ്ത്രവും ധരിപ്പാൻ അനുവാദമില്ല. അവൻ്റെ വസ്ത്രധാരണത്തിൽ ദൈവത്തിൻ്റെ പ്രമാണമുണ്ട്. എല്ലാ ആഹാരവും കഴിക്കാൻ അനുവാദമില്ല. 4 കാലി കട്ടിലൊഴികെ എല്ലാം കണ്ടിച്ച് തിന്നാമെന്നുള്ളതാ മനുഷ്യനെങ്കിലും എല്ലാ ആഹാരം കഴിക്കാൻ അവന് അനുവാദമില്ല. എല്ലാ മത്സ്യവും തിന്നാൻ അനുവാദമില്ല. ചുരുക്കം പറഞ്ഞാൽ ആഹാരത്തിൽ വരെ പ്രമാണമുള്ളൊരു ജാതി. ഇനിയൊരു വസ്തു വാങ്ങിച്ചാൽ തന്നെ എന്നും അങ്ങ് പണി ചെയ്യാൻ അനുവാദമില്ല. പ്രവാസങ്ങളും യോവേൽ സംവത്സരങ്ങളൊക്കെ അവന് വസ്തുക്കൾ തമ്മിൽ മാറ്റണം. കൂട്ടുവിത്ത് വിതപ്പാൻ അനുവാദമില്ല. എന്താ ഈ കൂട്ടുവിത്ത്? പയറിനകത്ത് ഗോതമ്പ് വിതയ്ക്കുന്നതാ കള. രണ്ടും കൂടെ ചേർത്ത് ചെയ്യാനായിട്ട് അനുവാദമില്ല. അവനൊരു വിവാഹം കഴിച്ചാൽ തന്നെ അതിന് പ്രമാണം, വീട് പണിത പ്രമാണം. ചുരുക്കം പറഞ്ഞ ഇടം വലം തിരിയാതെ പ്രമാണത്തിനകത്ത് അധിഷ്ഠിതമായ ഒരു ജനതയാണ് ഇസ്രായേൽ. വാസ്തവത്തിൽ എന്തിനാ ഇത്രയും പ്രമാണം എന്നൊക്കെ നമുക്ക് ചോദിച്ചു പോകാം. എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴാത് എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചെങ്ങനെ നടക്കണം എന്ന് എൻ്റെ തീരുമാനം. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ ജനം ഇങ്ങനെ ആകണമെന്ന് ദൈവത്തിൻ്റെ തീരുമാനം. അതാ പ്രമാണം. പക്ഷെ എല്ലാത്തിനും ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങളാരോടും പറയണ്ട, ഇങ്ങനെ ഒരു പാസ്റ്റർ വന്ന് നാട്ടിൽ നിന്ന് ഞങ്ങളുടെ സഭയിൽ അങ്ങനെ പ്രസംഗിച്ചു എന്ന് ആരോടും അറിയണ്ട. ഇതിനകത്ത് ഇരുന്നോട്ടെ. ഒരു പാവം ഒരു ചെയ്താൽ സാരമില്ലെന്നുള്ള പദം തന്നെയാ അതിൻ്റെ ആഴം. സാരമില്ല, നീ ഒരു കാളക്കിടാവിനെ കൊടുത്താൽ മതി, അതിനും വകയില്ലേ. ഒരു ആട്ടുകൊറ്റനെ കൊടുത്താൽ മതി, അതിനും വകയില്ലേ. ഒരു പ്രാവ് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? എന്തോ ഓപ്ഷനാ അവർക്ക്. പുതിയ നിയമത്തിൽ അതിനേക്കാൾ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് ഒരു തെറ്റ് സംഭവിച്ചു, നമ്മൾ സഭയൊക്കെ അവരെ പടിയടച്ച് വിണ്ണമ്മക്കാരാണ് സാധ്യത. പക്ഷേ ഏറ്റു പറയുന്നുവെങ്കിൽ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ 7 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നേ: തൻ്റെ പാപം ചെയ്തിട്ടില്ല എന്ന് പറയരുത്, ചെയ്തത് സമ്മതിക്കുമ്പോൾ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഈ ഏറ്റുപറച്ചിൽ എന്ന് പറയുന്ന പെട്ടെന്ന് നടക്കത്തില്ല കേട്ടോ. നമ്മൾ ഈ പറയുന്നെങ്കിലും വലിയ പാടുള്ളൊരു കേസാണ്. ഏശാവെന്ന് പറയുന്ന ആദ്യത്തെ കുലപാതകൻ ആ പുസ്തകത്തിൽ
യേശാവ്. ഞാൻ കുറച്ചുകൂടെ ഇങ്ങ് ഓടിപ്പോവാണ്. കൈനാ വേദപുസ്തകത്തിലെ ആദ്യത്തെ കൊലപാതകൻ. കൈനോട് ദൈവം ഇടപെടുമ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്നാ ചോദ്യം. പക്ഷെ കുറച്ചൊക്കെ അലഞ്ഞു വന്നപ്പോൾ അവൻ ദൈവത്തോട് പറയുക, എനിക്കിനി രക്ഷയില്ല, എന്നെ കാണുന്നവർ കൊന്നുകളയാൻ കാരണമാകുന്നു. നിങ്ങൾ കണ്ടോ, ഏറ്റുപറച്ചിൽ നടന്നപ്പോൾ ദൈവം അവനെ മുദ്ര ചെയ്തെന്നാണ് നാം വായിക്കുന്നത്. അതിനേക്കാൾ ഒറിജിനൽ ട്രാൻസ്ലേഷൻ എന്നാണെന്നറിയാമോ? ദൈവം അവൻ്റെ കൂടെ പോയി എന്ന വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു സംരക്ഷകനായി ദൈവം അവന് വേണ്ടി തീർന്നു എന്ന വാക്കാ തുടക്കം. ഇപ്പം ഏറ്റുപറയുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു സോറി പറയിപ്പിക്കണേ എന്നാ പാടാ. എൻ്റെ ഇളയ കൊച്ചിന് ഒരു 2-2.5 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് മൂത്തവൻ ഒരു ബിസ്ക്കറ്റ് എടുത്തു, അവളത് പിടിച്ചു, രണ്ടുപേരും കൂടെ പൊടിച്ചു കളഞ്ഞു. ദേഷ്യത്തിന് കൊച്ചു മൂത്തതിനെ അടിച്ചു. ഞങ്ങൾ സോറി പറയിപ്പിക്കാൻ പെട്ട പാട് ഞങ്ങൾക്കറിയാം. 2.5 വയസ്സുള്ളതിന് സോറിയുടെ അർത്ഥം ഒന്നും അറിയണമെന്നില്ല. പക്ഷെ ഒരു കാര്യം അവൾക്ക് മനസ്സിലായി, ഇവരെല്ലാം കൂടെ ചട്ടം കെട്ടുന്ന ആങ്ങളുടെ മുമ്പിൽ എന്നെ താഴ്ത്താനുള്ള പരിപാടിയാണ് കേട്ടോ. ഇപ്പൊ ഏറ്റുപറച്ചിലാണ് നമ്മുടെ മെയിൻ വിഷയം. ഞാൻ ഓടി വരാം, നമ്മുടെ വിഷയത്തിലോട്ട് ഓടിക്കയറാം. ഇപ്പൊ ഈ കൊടുക്കുന്ന കാളക്കിടാവിനെ കൊടുക്കണമെന്നാണ്, അല്ലെങ്കിൽ ആടിനെ കൊടുക്കണമെന്നാണ് നിയമം. കർത്താവ് വെച്ചത് ഒരു ചെറിയ കുരുക്കിട്ട വെച്ചേക്കുന്നേ, അത് നിന്റെ കന്നുകാലികളിൽ ഒന്ന് ആകണമെന്നാണ് നിയമം. എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്നത് ആകണം. വളർത്തുന്ന മൃഗത്തെ കണ്ടിച്ചാൽ ആരുടെയും നെഞ്ചിപ്പടയാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളുടെ അമ്മ ഒരു 5 പൂവൻകോഴിയെ വളർത്തുന്നുണ്ടായിരുന്നു. ഞാനവിടെ ചെന്നപ്പോൾ പറഞ്ഞത്, ഈ നല്ല രസമാണ് നാട്ടിലെ നാടൻ കോഴിയെ കാണാൻ. ഞാൻ പറഞ്ഞു, ഒരു 5-5.5 കിലോ ഇല്ലേ അമ്മയെ, അതിനെ അങ്ങ് പിടിക്കാം, നമുക്ക് അങ്ങ് കൊല്ലാം. അമ്മ പറഞ്ഞ് പിടിച്ചാൽ കിട്ടിയായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പിടിച്ചു തരാം. അമ്മ പറഞ്ഞു, വേണ്ട, അതിലേ നടന്നോട്ടെ. കാരണം കൈത്തീറ്റി കൊടുക്കുന്ന ഒരു കോഴിയെ സ്വന്തം കൈ കൊണ്ട് കണ്ടിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. നമ്മള് എൻ്റെ ഒരു മോനുണ്ട്, ഒരു ബ്ലസ്സൻ, നല്ലൊരു കൊച്ചാണ്, MBA ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നു. അവനൊരു പൂച്ചക്കുഞ്ഞിനെ വളർത്തിയത്. ഈ പൂച്ചക്കുഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ നാടൻ പൂച്ചയല്ല, 10-75,000 രൂപ വിലയുണ്ട്. അപ്പം അതിനെ അവനിങ്ങനെ ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്ത് ലാളിച്ചൊക്കെ വളർത്തുക. എനിക്കതിനെ കാണുന്നത് ദേഷ്യ, പക്ഷെ ഉള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈയുടെ പൂച്ച എങ്ങാത്ത് പോയി, യോഗത്തിന് വന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ വരാഞ്ഞ്? ഫസ്റ്റ് 2 ദിവസമായിട്ട് ഇച്ചിരി സങ്കടത്തില്ല. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? പൂച്ചയത്ത് പോയി. ഞാൻ ചിരിച്ചു, നിങ്ങളിങ്ങനെ ചിരിക്കുന്നു, ഞാനും ചിരിച്ചു. 70,000 രൂപ പോയല്ലോ. പുള്ളി പറഞ്ഞു, രൂപ പോയതിൻ്റെ അല്ല അച്ഛാ, വളർത്തുന്ന ഒന്ന് പോകുമ്പോൾ ഒരു സങ്കടമുണ്ട്. അത് കുഞ്ഞുങ്ങളാണേലും സഭയാണേലും വളർത്തുന്നവർക്ക് അതിൻ്റെ ദണ്ണം അറിയത്തുള്ളൂ. ഇത് ദൈവം വെച്ച വ്യവസ്ഥിതി അതായിരുന്നു. പക്ഷേ അവർ ഓപ്ഷൻ കണ്ടെത്തി. അവൻ ചന്തേന്ന് വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി. ചന്തേന്ന് വാങ്ങിച്ച് കണ്ടിക്കുന്നതിനകത്ത് വലിയ പ്രയാസമൊന്നും വരികയില്ല. 2, ചന്തേന്ന് വാങ്ങിക്കുന്നതിന് ഊനം കാണാനുള്ളതിന് യാതൊരു സംശയവും കാണുകയില്ല. ഊനം കാണും. സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുന്ന ഏത് സാധനത്തിനും അതിൻ്റെ ആ റേഞ്ച് കാണാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മിണ്ടുന്നില്ല. അത് കല്യാണമാണേലും അങ്ങനെയൊക്കെ തന്നെയാണ്. രക്തജയം എല്ലാത്തിനകത്തും ഇതിനകത്ത് എന്തോ കാണും, ഊനം കാണും. പക്ഷെ ഇവർ വന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പാപം പറഞ്ഞിട്ട് പുരോഹിതൻ ഇതിനെ ശോധന കഴിക്കണമെന്നാണ് സിസ്റ്റം. പുരോഹിതനും അറിയാം ഇതിന് ഊനം കാണുമെന്ന്. അതുകൊണ്ട് പുരോഹിതൻ അച്ചാൻ ഏതാന്നാ നോക്കുന്നത്, കൊണ്ടുവന്ന അച്ചായന്. നമ്മുടെ അച്ചാനാണോ? രക്തം ചെയ്യും. അപ്പൊ ഈ വന്ന അച്ചായനും പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? പാപം ക്ഷമിക്കണേന്നല്ല, പുരോഹിതന്റെ കണ്ണു മറയ്ക്കണേന്ന. സ്വത്രം വന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നല്ല പ്രവാചകൻ വരുന്നിടത്ത് യോഗത്തിന് ആള് കാണുകയില്ല. ഇപ്പോഴത്തെ അല്ല, ബാക്ക്. പണ്ടൊക്കെ നല്ല പ്രവാചകന്മാർ വരുമ്പോൾ യോഗത്തിന് പോവുകയില്ല, കാരണം വെല്ലമൊക്കെ വെളിപ്പെട്ട് വന്നാലും. ഇപ്പൊ പിന്നെ നമുക്കറിയാം, ഗൾഫോ അമേരിക്കയോ ഒക്കെ വെളിപ്പെടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഇപ്പം ആൾക്കാർ ഓടി വരും, പ്രവാചകനാണോ ഒന്ന്, ഇനി ഏത് രാജ്യത്തേക്കാന്ന് അറിയാൻ. ഞാനൊരു നോർമലിൽ ഇങ്ങനെ കയറുക, കുഴപ്പമില്ലോ. ഇപ്പൊ ഇങ്ങനെ മടുത്ത് ദൈവവും മടുത്തു. വാസ്തവത്തിൽ
പാപം ചെയ്യുന്നവൻ അകത്തൊരു ദണ്ണം വരുന്നില്ല, അവൻ ദൈവത്തിനെതിരെയാണെന്നൊരു ചിന്ത വരുന്നില്ല. അങ്ങനെയാന്ന് വേദപുസ്തകം പറയുന്നു. ക്രിസ്തു കാലസമ്പൂർണതയിൽ അവൻ സ്വന്തത്തിലേക്ക് വന്നു എന്ന വാക്കാ ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ സ്വന്തത്തിൽ കൊടുത്തു. എന്നിട്ട് യഹൂദന്റെ അകത്തു നിന്ന് 30 വയസ്സുവരെ ഒരു വീടിനോട് ചേർത്ത് ബന്ധിച്ചു. 3.5 വർഷം നാടിനോട് ചേർത്ത് ബന്ധിച്ചു. എന്നിട്ട് 33.5 വയസ്സിൽ അവനെ അവരുടെ നടുവിൽ നിന്ന് വലിച്ചെടുത്തു. എല്ലാവരും കരഞ്ഞെന്നാ പുസ്തകം വായിക്കുന്നത്. എല്ലാവരും കരഞ്ഞെന്ന്. ഞാൻ ഭാഗത്തിലേക്ക് ക്രൂശിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നില്ല. ഞാൻ ആ പോയിന്റ് ഒന്ന് തൊട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് പുതിയ നിയമത്തിൻ്റെ സാധ്യത. പഴയ നിയമം ചെയ്താൽ മതിയായിരുന്നു, അകത്തു വലിയ ഭാരം വേണ്ടിയില്ലെങ്കിലും കന്നുകാലി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ പുതിയ നിയമം പുറമെയുള്ള യാതൊന്നിനും വില കൊടുക്കാതെ ഹൃദയത്തോട് ബന്ധപ്പെട്ടതാണ്, മുഴുവൻ മനസ്സിനോട് ബന്ധപ്പെട്ടതാണ്. അതും നാം ഈ പ്രാർത്ഥനയുടെ ഭാഗത്തിലേക്ക് കയറുക. 5, 6, 7 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചോ, എല്ലാ പ്രമാണങ്ങൾ നിങ്ങൾ കാണാം. കൊടുക്കുന്നതിന്, യാഗം കഴിക്കുന്നതിന്, ആരാധിക്കുന്നതിന്, ക്ഷമിക്കുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന്, ഉപവസിക്കുന്നതിന്, പതാരം കൊടുക്കുന്നതിന്, ദശാംശം സൂക്ഷിക്കുന്നതിന്, സ്വരൂപിക്കുന്നതിന്, ചുരുക്കം പറഞ്ഞാൽ മനുഷ്യനോട് ബന്ധപ്പെട്ടതെല്ലാം ഈ 3 അധ്യായത്തിൽ വാരി വിതറിയിട്ടുണ്ട് കർത്താവ്. ഇവിടെ നാം പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെടുകയായി പകൽ. ശരിക്കും എന്താ പ്രാർത്ഥന? നമ്മുടെ പല പ്രാർത്ഥനകളും നമ്മുടെ ചില തെറ്റുകളെ ശരിയാക്കാനാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു വിടുതലായിരിക്കും. എൻ്റെ മോന് ഈയിടെ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു, രണ്ടാമൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് ആക്കണേ എന്നാവും പ്രാർത്ഥിക്കും. ഞാൻ ചോദിച്ചു എന്നാ പറ്റിയത്? അമേരിക്കയുടെ തലസ്ഥാനം ഞാൻ അങ്ങനെ എഴുതിയേക്കുന്ന പപ്പ, എക്സാമിന് എഴുതിയേക്കുന്ന അമേരിക്കയുടെ തലസ്ഥാനം ഇംഗ്ലണ്ട് എന്ന്. അപ്പൊ അവൻ പ്രാർത്ഥിച്ച് നേരെയാക്കാനുള്ളൊരു ബന്ധപ്പാടിനകത്താണ്. ശരിക്കും നമ്മൾ കുറെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നേരെയാക്കാനുള്ള ബന്ധപ്പാടായി ഉപവാസവും പ്രാർത്ഥനയല്ല. ഒരു സ്തോത്രം പറഞ്ഞേരെ. എങ്ങനെയാ ഇത് ശരിയാക്കിയെടുക്കുക? വലിയ പാടാ ശരിയാക്കിയെടുക്കുക, വലിയ പാടാ. പിന്നെ എന്താ പ്രാർത്ഥന? ശരിക്കും എന്താ പ്രാർത്ഥന കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന അവർ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചെന്ന് വായിക്കുന്നു. ഒരു വേള ആ അകത്തെ പെയിൻ കൂടിയപ്പോ ഇവരെയും കൊണ്ടുപോയി എന്ന് വായിക്കുന്നു. നാട്ടിൽ നിങ്ങൾ എപ്പോഴേലും പോകുമ്പോൾ ടി വി ജോർജ് എന്ന് പറയുന്ന വിശ്വാസിയല്ല, ഒരു ഓർത്തഡോക്സ് മനുഷ്യനാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കല്ലേറ് ദൂരം എന്ന പുസ്തകത്തിന് 10-40 രൂപയെ വിലയുള്ളൂ. ചോദിച്ച പുസ്തകം. വേദപുസ്തകത്തിനകത്ത് കല്ലേറ് ദൂരത്തിലിരുന്ന ചില ആളുകളെ പരിചയപ്പെടുത്തുന്നു. ഹാഗാർ, ക്രിസ്തു, ഏലിയ, ഇങ്ങനെ കുറേ പേരെ പരിചയപ്പെടുത്തുന്നു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു പദം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. രാത്രിയിൽ അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴാണ് പെസഹ കഴിഞ്ഞവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അർദ്ധരാത്രി കഴിഞ്ഞ് ഏത് മനുഷ്യനും ഉറങ്ങുന്ന സമയം ക്രിസ്തു അവരോട് പറഞ്ഞു, ഉണർന്നിരിക്കുക. അവരുറങ്ങിപ്പോയി. അദ്ദേഹം പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാമോ? ഉറങ്ങുക എന്നത് ശരീരത്തിൻ്റെ ഒരു സ്ഥിതിയാണ്, അല്ലേ? ശരീരത്തിന് ദൈവം വെച്ചിരിക്കുന്ന രാത്രി ഉറങ്ങാൻ. അതിലവര് നോർമലായി കീഴ്പ്പെട്ടു എന്നേ ഉള്ളൂ. പക്ഷേ അവൻ വീണ്ടും തട്ടി ഉണർത്തി, എഴുന്നേറ്റിരിക്കുക ഒരു നാഴികയെങ്കിലും. പിന്നെ അവർ ഉറങ്ങിപ്പോയെന്ന് വായിക്കും. ആ മനുഷ്യൻ എഴുതിയേക്കുന്ന വിശ്വാസിയൊന്നുമല്ല കേട്ടോ. നിനക്ക് നിന്റെ സ്വയ ഇഷ്ടങ്ങളെ, താല്പര്യങ്ങളെ, ശരീരത്തിൻ്റെ സ്ഥിതിയെ ഒരു നാഴിക ജയിക്കാമെങ്കിൽ നിനക്ക് അവനോടൊപ്പം ഉണർന്നിരിക്കുവാൻ കഴിയുമെന്ന വാക്കാണ്. ഇപ്പം നമുക്ക് നോർമലി ദൈവത്തെ സേവിക്കുന്നതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ ജോലി കഴിഞ്ഞതിൻ്റെ ബാക്കി സമയങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ പെയിൻ എവിടാന്നറിയാമോ? ലീവ് എടുക്കുമ്പോഴാണ് ഉണ്ടാകും. രാത്രി 12:30 നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയമാകാം. എപ്പോഴാ പെയിൻ ഉണ്ടാകുന്നത്? 2:30 അലാറം വെച്ചിട്ട് അപ്പനോടൊപ്പം ഇരിക്കാൻ ശ്രമിച്ചു തുടങ്ങുമ്പോഴാണ്. ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്നും ദൈവത്തിന് നമ്മോട് ഇടപെടാൻ ഒത്തിരി സാധ്യതകളുണ്ട്. പക്ഷെ നമ്മുടെ സുഖത്തിൽ നിന്നും താല്പര്യത്തിൽ നിന്നുമൊന്നും നമ്മുടെ അടരാൻ തയ്യാറല്ലെന്നുള്ളതാണ്. നമുക്കിഷ്ടം എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് വലിയ നഷ്ടം വരാറൊക്കെ ദൈവത്തെ സേവിച്ച് നിത്യത പോകാനൊരു താല്പര്യമൊക്കെ. പോകത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ, ഞാനതിനാളല്ല.
എൻ്റെ അമ്മായിമ്മയോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അമ്മാമ്മയൊക്കെ രാത്രികളിൽ ഞാൻ കല്യാണം കഴിച്ച് ചെല്ലുന്ന സമയങ്ങളിൽ രാത്രികളിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവേ ഭയങ്കര കരച്ചിൽ കേട്ടിട്ടുണ്ട് ഞാൻ. ഇപ്പം പിന്നെ അത്ര കരയേണ്ട കാര്യമില്ല. 2 എണ്ണവും നല്ല സാധ്യതയുണ്ട്. 1 എണ്ണം എൻ്റെ കൂടെ വന്നേക്കും. അങ്ങനെ എല്ലാം നല്ല പൊസിഷനിലായി. അമ്മയും പല രാജ്യങ്ങളൊക്കെ പോയിട്ട് ഇപ്പം വിശ്രമ ജീവിതത്തിലാണ്. പ്രാർത്ഥനയൊക്കെ വളരെ കുറവാണ്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അമ്മേ രക്ഷിക്കപ്പെട്ട കാരണത്താൽ ഒരുപക്ഷെ നരകത്തിൽ വിടത്തില്ല, പക്ഷേ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഒരു ക്വാളിറ്റി എങ്കിലും വേണ്ടേ? നിങ്ങൾ വെറുതെ ചുമ്മാ ഇരിക്കുമ്പോൾ ചിന്തിച്ചു ചോദിക്കേ, ഏതായാലും നരകത്തിൽ പോവല്ല, പിന്നെ എന്തോ ചെയ്യും ദൈവം? അവിടെ കൊണ്ടുപോകാൻ ഒരു ക്വാളിറ്റി വേണ്ടേ? രാപ്പകൽ ഊണും ഉറക്കവും കളഞ്ഞ് ക്രിസ്തു എന്ന് പറഞ്ഞ് അലഞ്ഞ ഒത്തിരി ഭക്തന്മാരുടെ നിരക്കകത്ത് എന്ത് യോഗ്യതയ്ക്കകത്താ നാം നിലനിൽക്കാനായിട്ട് പോവുക? അപ്പം ശരിക്കും എന്താ പ്രാർത്ഥന? ഇസ്രായേൽ മക്കളുടെ പ്രാർത്ഥനയെക്കുറിച്ച് ക്രിസ്തു നന്നായിട്ട് അവർക്കറിയാം. അല്ലെങ്കിൽ അവർ യഹൂദന്മാരാകിയാൽ അവർക്ക് പ്രാർത്ഥന അറിയാം. പ്രാർത്ഥിക്കാൻ വരുന്ന ഡിക്കായോ എന്ന് പറയുന്ന അവരുടെ പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങൾ വായിച്ചിരിക്കണം. എന്തിനാ ഈ പ്രമാണം അവർ വായിക്കേണ്ടത്? പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവർ എല്ലാ യാമങ്ങളുടെയും ആരംഭത്തിലും അവസാനം യഹൂദൻ പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവരുടെ പ്രമാണ സംഹിത വായിക്കുന്നു. അതിനെ വായിച്ചതിന് ശേഷം പ്രാർത്ഥിക്കാനുള്ള കാരണം, ഈ പ്രമാണപ്രകാരം ഞാൻ നടന്നു എന്ന് അവനോടൊന്ന് പറഞ്ഞിട്ടിരിക്കാൻ പോവാ. 2, മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അവർ വായിക്കും. അത് കഴിഞ്ഞ് ഏറ്റവും ഇസ്രായേൽ മക്കൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പനയാണ് അവരുടെ ഏറ്റവും മെയിൻ കൽപ്പന. അത് ചൊല്ലിയതിന് ശേഷമാണ് അവർ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നത്. ആ കൽപ്പനയുടെ പേര് ക്ഷമ എന്നാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നാണ്. ക്ഷമ ഇസ്രായേലെ കേൾക്കുക. ആ കൽപ്പനയാണ് അവരുടെ ഏറ്റവും വലിയ കൽപ്പന. ആ കൽപ്പന നമ്മളൊന്ന് ജസ്റ്റ് വായിച്ചിട്ട് നാം ഈ ദൂതിലേക്ക് പ്രവേശിക്കും. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-6 വാക്യങ്ങളാണ് ആ കൽപ്പന. ക്ഷമ എന്നാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ കൽപ്പന. അവൻ്റെ മുഴുവൻ കൽപ്പനയും അതിനകത്ത് ഇൻക്ലൂഡാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 4, 5, 6 വാക്യങ്ങൾ. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവം ആകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവേ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് ന്യായപ്രമാണത്തിന് ഏറ്റവും വലിയ കൽപ്പന. നിന്റെ ദൈവം ഏകനാണ്. നിന്റെ ദൈവത്തെ നീ മുഴുവൻ ആളത്വത്തിലും സ്നേഹിക്കണം. ഇത് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട്, ഞാൻ നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് പറഞ്ഞതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും ഉത്തരം പറഞ്ഞു. അതാണ് ന്യായപ്രമാണത്തിൻ്റെ ഏറ്റവും വലിയ കൽപ്പന. ഇതിനകത്ത് മുഴുവൻ പ്രമാണം ഒതുങ്ങുന്നു. റോമാലേഖനം പറയുന്നു, സ്നേഹം ന്യായപ്രമാണത്തിന് നിവർത്തി തന്നെ. അപ്പോൾ സ്നേഹത്തിലൂടെ വരുന്നതാണ് സ്റ്റാർട്ടിങ്. പ്രാർത്ഥിക്കാൻ വരുന്നവൻ സ്നേഹിച്ചു വേണം വരാൻ. സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്ത് കിട്ടുന്ന ചിലതിൽ നിന്ന് വ്യത്യസ്തമാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. സ്നേഹിക്കുന്നയാളുമായി എത്ര സമയം ചെലവിട്ടാലും നമുക്ക് ബോറിംഗ് ഇല്ല. സ്വതന്ത്രം പറഞ്ഞു. സ്നേഹിക്കുന്നയാളുമായിട്ട് സംസാരിച്ചാൽ തീരത്തുമില്ല. ഞങ്ങളുടെ തൊട്ടങ്ങേപ്പുറത്തെ ഒരു മതിലിനപ്പുറത്തെ അവിടുത്തെ അമ്മാമ്മയും എൻ്റെ വൈഫുമായിട്ട് ഭയങ്കര സ്നേഹിതർ. മീൻ കഴുകിയിട്ട് വെള്ളം കൊണ്ട് കളയാൻ നോക്കുമ്പോഴാണ് ചിലപ്പോൾ അമ്മ വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നമോ നുള്ളി നോവിക്കോ ഒന്നും നടന്നിട്ടില്ല. അത് കൃപ കൂടിയിട്ടല്ല, അവൾക്ക് ഇച്ചിരി വണ്ണം കൂടിയിട്ട്. അപ്പം ഞാനൊരു അരുതി വിട്ട് അങ്ങനെ അടുക്കിയല്ലെന്നുള്ളതാണ്.
അവള് രാവിലെ എന്നോട് പറയാ, അച്ഛനെ കിട്ടിയതൊരു ഭാഗ്യം കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? അവന് കുഴപ്പമില്ല. ഉച്ചയ്ക്ക് വന്നപ്പോഴും അവള് അത് തന്നെ ചോദിക്കുക, അച്ഛനെ കിട്ടിയതൊരു ഭാഗ്യം, എന്തുകൊണ്ട് വിശേഷം? കുഴപ്പമില്ല. വൈകിട്ടും അതേ കാര്യമാണെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശ്രദ്ധിച്ച്, പകല് പറയുന്ന സാധനം തന്നെയാണ് വൈകിട്ടും പറയുന്നത്. പിന്നെ ഒരു വ്യത്യാസമുണ്ട്, ഈ പകൽ വേള എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അത് വലിച്ച് രാത്രി വേള എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. സ്ഥിരം സാധനം തന്നെയാ പറയുന്നത്. ഈ ജീവനുള്ള ഒരാളുമായിട്ട് ഇങ്ങനെ ഇടപെടുന്നെങ്കിൽ പുള്ളിക്കല്ല കുഴപ്പം, നമുക്കെന്തോ പ്രശ്നമുണ്ട്. നമുക്ക് ഇത്ര പരിചയമുള്ള, ഞാനും മാത്യുച്ചാനും ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ചില വാക്കുകളിൽ എന്ത് ചെയ്തു, പരിചയം അവസാനിച്ചു. എന്നാൽ 1-2 ദിവസം കഴിയുമ്പോൾ അങ്ങനെ അല്ല സാധ്യത അല്ലേ? ആണോ? ഒരു കൊല്ലമൊക്കെ ഒരുമിച്ചാകുമ്പോൾ പിന്നെ ഇങ്ങനൊന്നും അല്ല സാധ്യത. സംസാരിച്ചാലൊന്നും തീരാത്ത പോലെ എന്തൊക്കെയോ ഉണ്ട്. കാര്യമൊന്നും കാണണമെന്നൊന്നുമില്ല, എങ്കിലും എന്തൊക്കെയോ ഷെയർ ചെയ്യുവാനുണ്ട്. എൻ്റെ ചോദ്യം, വർഷങ്ങളായില്ലേ കർത്താവുമായിട്ട്? എന്താ ഒരു പരിധിക്കകത്ത് മാത്രം എൻ്റെ വാക്കുകളും ജീവിതവും അവസാനിക്കുന്നേ? അവനുമായിട്ട് എന്താ കൂടുതൽ ബന്ധം വരാത്തത്? എന്താ സ്നേഹം എന്നൊക്കെ പറയും നമ്മൾ ഈ പറയുന്ന പോലെ അങ്ങ് എരിവും അല്ലെങ്കിൽ കർത്താവുമായിട്ട്. വാസ്തവത്തിൽ ഞാനും അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ച ഒരാളാണ്. ഭയങ്കര എരിവോടെ ദൈവത്തെ സേവിക്കും. എൻ്റെ മീറ്റിംഗ് സ്ഥിരമായിട്ട് ഒരു അങ്കിള് സംബന്ധിക്കുക, എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടം. ആ വെള്ളം ഇടത്തുള്ളൂ, ആ പിള്ളേരുടെ കൂടെ ഇരിക്കൂ, വാക്യം അദ്ദേഹം വായിക്കുന്നത്. പിന്നെ പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്താൽ നമ്മൾ പ്രസംഗിച്ചതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ളധികം സംസാരങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു ദിവസം യോഗം കഴിഞ്ഞ് എൻ്റെ അടുത്ത് ആഹാരം കഴിക്കാനിരുന്നു. ഞാൻ പറഞ്ഞു, അങ്കിളിനെ എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. പുള്ളി പറഞ്ഞു, നമ്മൾ പാവപ്പെട്ടോ ജീവിച്ച് പോക്കോട്ടെ. ഞാൻ പറഞ്ഞു, അങ്ങനല്ല, എനിക്ക് അങ്ങനെ ഒത്തിരി അങ്ങ് താല്പര്യപ്പെട്ടു. ആട്ടെ, അങ്കിളിന് എന്താ ജോലി? അങ്ങനെ ചോദിച്ചു. അല്ല, നമ്മുടെ മീറ്റിങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ, പണിയൊന്നും ഇല്ലയെന്നറിയാനാ. പണിയുണ്ട് അതിനങ്ങ് പോവും. അങ്ങനെ പറഞ്ഞല്ല, എനിക്ക് മാസത്തിൽ 2 ദിവസമേ ഉള്ളൂ ജോലി, ബാക്കിയുള്ള ദിവസം ഞാൻ ഫ്രീയാണ്. ഞാൻ ചോദിച്ചു, 2 ദിവസമേ ഉള്ളൂ? എന്താ ജോലി? അവിടെ ചെറിയൊരു ബിസിനസ്സൊക്കെയാണ്. ഞാൻ ചോദിച്ചു, എന്താ ബിസിനസ്? ഒരു തടിയുടെ ഇടപാടൊക്കെയാണ്. ഞാൻ പറഞ്ഞു, ഈ തടിയുടെ ഇടപാട് കൊണ്ട് ഒരു മാസം ജീവിക്കത്തക്കതിൻ്റെ 2 ദിവസം കൊണ്ട് കിട്ടുമോ? നമ്മൾ ഈ മലേഷ്യൻ തേക്കിൻ്റെ ഇച്ചിരി ഇടപാട്, അത് ഈ നമ്മുടെ തമിഴ്നാട്ടിലാണ് വണ്ടി വരുന്നേ. ഒരു ലോറിയിൽ ഒരു 4 തേക്കുള്ളിൽ കയറുകയല്ല, അത് പിന്നെ നമ്മളിങ്ങനെ ബോർഡർ കയറ്റി വിടണം, അത്രയും പണിയുള്ളൂ. ഞാൻ പറഞ്ഞു, അതിന് പെർമിറ്റൊക്കെ. ആര് പെർമിറ്റ് എടുക്കാൻ? പെർമിറ്റ് എടുക്കലൊന്നും ഇല്ലേ? എന്നോട് പറയാ, 18 വർഷമായിട്ട് ഞാൻ ഈ ജോലി ചെയ്യുന്നു, ആരും എന്നെ പിടിച്ചിട്ടില്ല. അപ്പൊ കള്ളത്തടി കടത്താ പണി. നിങ്ങളെ മിണ്ടുന്നില്ല, പക്ഷെ ആരാധനയ്ക്ക് എന്തില്ല? കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ 13-ാം അധ്യായം റോമലേഖനം വായിച്ചിട്ടുണ്ടോ? സകല മാനുഷ്യ കൽപ്പനകൾക്കും കീഴടങ്ങിയിരിക്കണം. അടുത്ത വാക്കെന്താണെന്നറിയാമോ? കൽപ്പനയോട്, അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. ഈ കയ്യടി ആരാധന അല്ല വാസ്തവത്തിൽ, അതിൻ്റെ പിന്നിൽ ചില ഒറിജിനാലിറ്റി ഉണ്ടെന്നുള്ളത് അന്നാ എനിക്ക് മനസ്സിലായി. നമ്മൾ ആളുകളെ കാണുന്ന എല്ലാം ഈ സ്പിരിച്വാലിറ്റിയുടെ ഞെട്ടിക്കുന്ന മായാപ്രപഞ്ചത്തിൽ നിന്നല്ലേ. പക്ഷേ ഒറിജിനൽ ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെയാ നാം ആരാന്നറിയാം. എന്നെ വല്ലാതെ ഉലച്ചത് ഒരു അപ്പച്ചന്. ഞാൻ സുവിശേഷം പറയാൻ ഈ 86 വയസ്സുള്ള അപ്പച്ചൻ്റെ അടുക്കൽ അപ്പച്ചൻ്റെ മകൻ നിമിത്തം ചെന്നിട്ട് സുവിശേഷം പറയുക. അപ്പച്ചൻ അവിടെ ഇരുന്നെല്ലാം കേട്ട് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, മോനെ, നീ പറഞ്ഞത് ഭയങ്കര സംഭവം. ക്രിസ്തുവിന് വേണ്ടി നിന്നില്ല, സ്നാനപ്പെട്ടില്ലെങ്കിൽ ആൾ നരകത്തിൽ. സംഗതി ഭയങ്കര. നിന്നെ ഒരു അധ്യാപകനാകാൻ കൊള്ളാം. അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങനെ ജീവിക്കുന്നവര് വല്ലതും ഉണ്ടോ? അതാണ് ചോദ്യം. ഉണ്ടോന്ന്. ഞാൻ സടകുടഞ്ഞ് എഴുന്നേറ്റു. അപ്പച്ചൻ്റെ തൊട്ടടുത്ത് ഉള്ള ഒരു ദൈവദാസനെ ഞാൻ പരിചയപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, കൊള്ളാം, എനിക്ക് ഇവിടെ അടുത്ത്
എൻ്റെ വസ്തുവിന് അടുത്ത വന്ന് ഈയിടെ ആയിട്ട് 10-15 വർഷമായിട്ട് അവൻ ഇവിടുന്ന് മാറി. ആട്ടെ, നീ പറയുന്ന ക്വാളിറ്റി. ശിശുക്കളെ എടുത്ത് വളർത്തുന്നു, പിള്ളേരെ പഠിപ്പിക്കുന്നു, ഒത്തിരി പേരുടെ കല്യാണം നടത്തി കൊടുത്തു. ഇങ്ങനെ കുറേ നമ്മൾ കാണുന്ന സംഗതികളൊക്കെ പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷേ 15 വർഷം മുമ്പ് നെല്ല് പുഴുങ്ങാൻ കൊണ്ടുപോയ കുട്ടകം ഇതുവരെ കൊണ്ട് തന്നിട്ടില്ല. അപ്പച്ചൻ പറഞ്ഞത് 10,75,000 വിലയുള്ള കുട്ടകം അവന് ഇതുവരെ ഇവിടെ കൊണ്ടു തന്നിട്ടില്ല. അടുത്തയാളെ പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഞാൻ അവൻ്റെ കേസിൻ്റെ കാര്യത്തിനൊക്കെ പോയിക്കൊണ്ട് ചുരുക്കം പറഞ്ഞ ഒരാളില്ലെന്നായിപ്പോയി. ഞാൻ പറഞ്ഞു, അപ്പച്ചൻ ആരെ നോക്കണ്ട, ക്രിസ്തുവിനെ നോക്കിയാൽ മതി. അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ആട്ടെ മോൻ ക്രിസ്തുവിനെ നോക്കി ഇറങ്ങിയല്ലേ? ഞാൻ പറഞ്ഞു, അതെ. നീ എന്താ പറയാഞ്ഞേ എന്നെ നോക്ക? എൻ്റെ അകത്തൂടെ ഒരു കൊള്ളിയാൻ കയറിപ്പോയി. വാസ്തവത്തിൽ എൻ്റെ ഭാര്യയും കൊച്ചും വന്നിട്ടില്ലായിരുന്നെ കുറച്ചുകൂടെ തൻ്റെ ഇടം വന്നേനെ. പക്ഷേ ആ ചോദ്യം ഇതുവരെ ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ല. വാസ്തവത്തിൽ എൻ്റെ അടുക്ക വരുന്ന പ്രവാചകരൊക്കെ എൻ്റെ സ്നേഹിതരാണ്. അവരെന്നെ കുറിച്ചൊക്കെ പ്രവചിച്ചേക്കുന്ന അന്താരാഷ്ട്ര ലെവലിൽ. അല്ലാത്തവരൊന്നും ഞങ്ങളുടെ വീട്ടിൽ കയറിയിട്ടില്ലെന്നുള്ള വാസ്തവത്തിൽ. അതുവല്ല ഇതുപോലെ ഒരാൾ നിന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ സുവിശേഷം പ്രസംഗമല്ല, ലൈഫാ. അന്നാ ഇത് ലൈഫാന്ന് മനസ്സിലാകും. ഇതുമായിട്ടൊക്കെ ഒത്തിരി അന്തരമുണ്ടെന്ന് മനസ്സിലാകുന്നത് ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നതുമായിട്ട് എനിക്കൊത്തിരി പൊരുത്തക്കേടുകൾ ഉണ്ടെന്നൊക്കെ അന്നാ എനിക്ക് വെളിപ്പെട്ട് കിട്ടി. ഞാൻ ആരാധിക്കുന്നൊക്കെ പറയുന്ന മാനുഷിക നിലയിൽ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാൻ ഞാൻ ഒത്തിരി കാണിക്കുന്നവനാണ്. പക്ഷേ എനിക്ക് ബോധ്യപ്പെട്ട് എവിടെയോ കണക്റ്റാകാൻ ഇനി തൻ്റെ ഇടക്കുറവുണ്ട് എന്നുള്ളത്. അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ പൗലോസ് 23-24 അധ്യായത്തിലാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ അതുണ്ട്. 2ാം പ്രസംഗത്തിന് വിളിക്കപ്പെട്ടതാണ്. അഗ്രിപ്പ അവനോട് ചോദിച്ചു, നീ അല്പം കൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാകുവാൻ നിർബന്ധിക്കുന്നു. ഉടനെ അല്പം കൊണ്ടോ അധികം കൊണ്ടോ എൻ്റെ പ്രസംഗം കേൾക്കുന്ന ഏവരും ഈ ചങ്ങലയൊഴികെ എന്നെ പോലെയാകണമെന്ന് ഞാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. ഇവിടെയാണ് നാം ആരാന്ന് ബോധ്യപ്പെട്ടു വരുന്നത്. ഇപ്പം നമ്മുടെ ഈ പറയുന്ന പ്രകടനങ്ങളല്ല സ്നേഹം. ആത്മാവിറങ്ങുമ്പോൾ നമുക്ക് വേണേൽ എരിയോ ഇങ്ങനൊക്കെ വെക്കാം, അതിനകത്തൊന്നും പ്രശ്നങ്ങളില്ല, അതിനെല്ലാം സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. പക്ഷേ ആത്മമണ്ഡലം തുറക്കാത്ത നോർമൽ ജീവിതത്തിൽ ഞാൻ ആരാന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത്. ഓഫീസുകളിലും വഴിയരികളിലും ഈ ഹാൾ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ വ്യക്തിത്വത്തിനകത്തും ഞാൻ അവനെ പിൻപറ്റുന്നവനാണോ എന്നുള്ള ബോധമാ ശരിക്കും ഭരിക്കട്ടെ. അപ്പം അവിടെയാ നാം 2015 നിൽക്കണ്ടേ. ഇനിയെങ്കിലും നമ്മുടെ ഇതെല്ലാം ഒന്ന് അവസാനിപ്പിച്ച് എല്ലാവർക്കും ഒരുപോലെ വെളിപ്പെട്ട് കിട്ടാവുന്ന ഒരുവനാകാൻ കഴിയുമ്പോഴാണ് ദൈവപ്രവൃത്തി. ഇപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്ന ഈ സ്നേഹം ഇതായിരിക്കും. അതുകൊണ്ട് എനിക്കൊരു ചെറിയ സഭയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2 വർഷമായിട്ട് ഞാൻ ഇച്ചിരി തിരക്ക് നിമിത്തം ഒന്ന് മാറി. ഞാൻ ആ ഗൾഫിലെ ജോലി വിട്ട് വന്ന ഈ സഭയിൽ കുടുംബം ദൈവവേല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എരിവോട് ഓടിയ ഒരാളാണ്. രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ രാത്രി ഒരു സമയത്തായിരുന്നു. ഒന്നും സമയമില്ലാതെ ഓരോ വിശ്വാസിയുടെ കാര്യത്തിൽ വിശ്വാസി ശരിക്കും എന്നെ പ്രയോജനപ്പെടുത്തിയെന്ന് വേണേൽ പറയാം. മീൻ മേടിക്കേണ്ടിടത്തും മതിൽ കെട്ടുന്നിടത്തും പശുവിനെ മേടിച്ചുകൊണ്ട് വരുന്നിടത്തും എല്ലാം ഉപദേശിയെ പറഞ്ഞു വിടുന്ന ഒരു കൃപ. ഇവിടെ പിന്നെ അതില്ല. ഞാൻ ഓടി വലഞ്ഞെന്ന് വേണേ പറയാം. നമ്മളെവിടെയെങ്കിലും പോയി എവിടെ വാസ്ത എവിടെ നിൽക്കുന്നു, മോൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കൊച്ചിനെ ഒന്ന് എടുത്ത് വീട്ടിലോട്ടൊന്ന് വിട്ടേക്കണേ. ചുരുക്കം പറഞ്ഞാൽ കർത്താവിൻ്റെ വേലയാണോ മനുഷ്യൻ്റെ വേലയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഞാൻ അലഞ്ഞു മടുത്തെന്നുള്ള. ഒരു ദിവസം രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്നു. ഒരു 10-20 പ്രാവശ്യം അവർ വിളിച്ചു. ഞാൻ തിരിച്ചു വിളിച്ചപ്പം വെച്ച് വാസോടാ നമ്മൾ വീട്ടിൽ എന്താ ഫോൺ എടുക്കാൻ? ഞാൻ പറഞ്ഞു എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഇവിടം വരെ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ വിഷയം? പശു കറപ്പിക്കുന്നില്ല. 5 പശു ഉണ്ട് അവർക്ക്.
അവരുടെ വരുമാനമാർഗ അവസ്ഥ. ഈ പശു കറപ്പിക്കാത്ത പാസ്റ്റർ പ്രാർത്ഥിച്ച വിടുതലുണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കേസിന് ഞാൻ പണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പശു കറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ വിളിച്ചു. ഞാനാകെ അങ്ങ് വല്ലാതായി, മടുത്തെന്ന് വേണേ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ ഭാര്യ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആളുകൾ സഭയിൽ നിന്ന് പോകുന്നത്, ഈ ഒരൊറ്റ കാര്യം മതി. 6 പേരുള്ള വീടാ, അച്ഛൻ പശുവിനെ നോക്കുകയോ വേണ്ട, അവരെങ്കിലും നോക്കി കൊള്ളാൻ പറഞ്ഞു. കർത്താവ് ജനിച്ചത് കന്നുകാലിക്കൂട്ടിലായതുകൊണ്ട് ഞാനും കന്നുകാലിക്കൂട്ടി കയറി. അതിൻ്റെ പശു ഏതായാലും തലേ കൈവെക്കാൻ സമ്മതിച്ചില്ല. കാരണം പുതിയ പശു, എന്നെ അത്ര പരിചയമില്ല. ഞാൻ പിന്നെ അതിൻ്റെ കയറയിലും ഒക്കെ കൈ പിടിച്ചു, പാത്രത്തിലും കൈവച്ചു, അച്ചാൻ്റെ തലയിലും കൈവച്ചു. ഏതായാലും എന്നെ മാനിച്ചത് കറപ്പിച്ചു. അന്ന് ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, കർത്താവേ ഇതാണോ കർത്തുവേല? ഞങ്ങളെ ബൈബിൾ കോളേജ് പഠിപ്പിച്ചേക്കുന്ന മുഴുവൻ വിശ്വാസിക്ക് വേണ്ടി ചാകണമെന്ന് ഞങ്ങളെ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചേക്കുന്നു. അവർക്ക് എന്താവശ്യമുണ്ട്? നീ ഓടിയെത്തണമെന്ന്. പക്ഷെ ഇതാണോ ശരിക്കും കർത്താവിൻ്റെ വേല എന്നുള്ളത് എന്നെ വല്ലാതെ അങ്ങ് പറഞ്ഞു. അന്ന് എനിക്കൊരു കൊച്ചിനെ ഈ വേദോത്സവത്തിൽ നിന്ന് കൂട്ടുകിട്ടി, മാർത്ത എന്നാണ് അവിടെ. അവൾ യേശുവിന് വേണ്ടി അധ്വാനിച്ചു, വേറെ ആർക്കും വേണ്ടിയാണ്. കർത്താവ് പക്ഷെ മടുത്തുപോയെന്ന് വായിക്കും. മടുത്തുപോയി. എന്താ മടുത്തുപോയെ? അവൾ കർത്താവിനെ വിളിച്ചിരുത്തി അവന് വേണ്ടി അധ്വാനിച്ചിട്ട് എന്താ ഇത്രയും ടയർഡായ? അവൾ യേശുവിൻ്റെ അടുക്ക വന്നിട്ട് പറയുക, ഗുരു നീ അവളെ എൻ്റെ കൂടെ പറഞ്ഞു വിട്ടാൽ. യേശു പറഞ്ഞു, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനക്കലങ്ങി. ഒന്ന് മതി. ഇവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. എന്നെ ആ രാത്രി മുഴുവൻ ഇതിങ്ങനെ കൊണ്ടു നടന്നു. ഇതെന്താ ഈ സ്നേഹം എന്ന് പറയുന്നത്? എന്താ വാസ്തവത്തിൽ പ്രവൃത്തി മാത്രമാണോ സ്നേഹം? ചെയ്യുന്നതിൻ്റെ മാത്രം ലിസ്റ്റാണോ ഈ സ്നേഹത്തിൻ്റെ ആഴം? നമ്മളിങ്ങനെ നിരത്തുന്നതെല്ലാം സ്നേഹത്തിൻ്റെ ആഴം. നിങ്ങൾ സാലറിക്ക് മാത്രമാണ് ജോലി ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഫെയിലാണ് ജീവിതത്തിൽ. ശരി, നിങ്ങൾക്കതിനകത്ത് ഒരു താല്പര്യം ഇല്ലെന്നുള്ളത് തെളിവായിട്ട് കാണാം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മടുപ്പ് വരികയില്ല. നിങ്ങളൊരു വർക്ക് ചെയ്ത് നോക്കുക, നിങ്ങളത് ഉത്സാഹത്തോടെ സ്നേഹത്തോടെയാണ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് മടുക്കണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന പലതിനകത്ത്, കുടുംബജീവിതത്തിനകത്ത് വലിയ പിന്നൊക്കെ കെട്ടിയതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. സ്വതം വന്നില്ല, ഒക്കെ വലിയ പാടുള്ള കേസാണ്. ഞാൻ ഈ രാജ്യത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ സാവകാശങ്ങളിലൊക്കെ പോകുമ്പം അവരൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അവരൊക്കെ അങ്ങ് നിൽക്കുന്നതേ ഉള്ളൂ. അങ്ങ് അന്ന് ഉപദേശിച്ച് കൈക്ക് പിടിച്ച് കൊടുത്തോണ്ട് നിൽക്കുന്നേ ഉള്ളൂ. ഒരാൾ പറഞ്ഞു, ഡൈവേഴ്സ് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല വാസ്തവം, ഇനിയും വരുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. ഇങ്ങനെ ജീവിതം ഇങ്ങനെ ശരിക്കും ഡെഡാ. നമ്മുടെ ആത്മീയവും കുടുംബജീവിതവും ഒന്ന് തുറന്നിട്ടില്ല, നമ്മുടെ അകം തുറക്കുന്നില്ല. നമ്മുടെ അവിടെ ഒരു സാധാരണ നിലയിൽ നമ്മുടെ ആ ജീവിതത്തെ ഒന്ന് കണ്ടേ ശരിക്കും ഒരു പുതുക്കം ആവശ്യമില്ല. എല്ലാത്തിനും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പുതുക്കം ആവശ്യമില്ല, നിങ്ങളുടെ ആരാധനകളിൽ ഒരു പുതുക്കം ആവശ്യമില്ല. ശരിക്കും ആ കൈയടിച്ച് ആത്മാവിലായിട്ടൊക്കെ എത്ര നാളായെന്നറിയാം. പിന്നെ അന്യഭാഷയൊക്കെ സ്ഥിരമായതുകൊണ്ട് നമുക്കൊക്കെ അഡ്ജസ്റ്റ് ആയി പോകുന്നു. ഒന്ന് ശരിക്കും ഒന്ന് അകം തുറന്നു നോക്കിക്കേ, നമ്മളൊക്കെ അങ്ങ് ഡെഡായി അകത്ത്. എന്താ നമ്മുടെ കുഞ്ഞുങ്ങൾ പലതും ഇതിനോട് വിരക്തി കാണിക്കുന്ന അറിയാമോ? അവർക്ക് തൊട്ടറിയാവുന്ന ഒന്നും സംഭവിക്കുന്നില്ല. പപ്പായും മമ്മിയൊക്കെ ദൈവത്തെ സേവിക്കുന്നൊക്കെ റിയാലിറ്റി ആണെന്നൊക്കെ ആണെങ്കിലും അവർക്ക് കാണത്തക്ക നിലയിലൊന്നും സംഭവിക്കുന്നില്ല. ഒരു പുതുക്കം ഒന്നിനുമില്ല. നമ്മുടെ ആ അന്യഭാഷയ്ക്ക് പോലും ഒരു പുതുക്കമില്ലല്ലോ. എത്ര വർഷമായി? ഈ 2015 അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ സ്നേഹത്തിനൊരു പുതുക്കം ആവശ്യമാണെന്ന് ആത്മാവ് നിന്നോട് തൂത്ത് പറയും. സ്നേഹത്തിനൊരു പുതുക്കം ആവശ്യം. ഒന്ന് കയറി വരാൻ. എനിക്കറിയാം, ഒരു ദൈവസാന്നിധ്യം ഈ കോമ്പൗണ്ടിലുണ്ട്. പകൽ ദൈവത്തിൻ്റെ മനസ്സാ കേട്ടോ.
മടുത്തുപോയ നിന്നെ ആത്മനിയോഗത്തിനകത്ത് ചിറക് ധരിപ്പിക്കുന്നത് പോലെയും നിന്റെ കാലുകൾക്ക്, മാൻപയുടെ കാലുകൾക്ക് തുല്യമാക്കി ഒന്നുകൂടെ നിന്റെ യൗവനത്തെ പുതുക്കത്തക്ക നിലയിൽ കഴുകനെ പോലെ ഒരു പുതിയ ശക്തിയുമൊക്കെ ഈ പകൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രാരംഭ സെക്ഷനകത്ത് തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു ആഗ്രഹം അകത്തുണ്ടെങ്കിൽ അകത്തുറക്കുക. ഈ പകൽ ദൈവത്തിന് നിന്നെ സന്ദർശിക്കാനുണ്ട്. എല്ലാ മൂടുപടങ്ങളും ഒഴിഞ്ഞു മാറിയിട്ട് പരിശുദ്ധാത്മാവ് ഈ പകൽ ദൈവസഭയോട് പറയുന്ന ദൂതിതാണ്, നിങ്ങൾ ഒന്നുകൂടൊന്ന് പുതുക്കപ്പെടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു എന്ന വാക്കാണ്. പുതുക്കപ്പെടാൻ അതെല്ലാറ്റിലും വേണം കേട്ടോ. നിന്റെ കുടുംബജീവിതത്തിലും, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും, നിന്റെ ആ പഴയ സ്നേഹത്തിലും പഴയ ഐക്യതയിലുമൊക്കെ ഒന്നുകൂടൊന്ന് ദൃഢപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ നിയോഗം പകൽ എന്താ ശരിക്കും പ്രവൃത്തിയാണ്. വൈകുന്നേരത്തെ വൈഫ് പറയാറുണ്ട്, ഞാൻ രാവിലെ കുഞ്ഞുങ്ങളെ കൊണ്ടുവിട്ടു, നിങ്ങൾ രാവിലെ ഇറങ്ങിപ്പോയി, വൈകിട്ടൊരു സമയത്താണ് കയറി വന്നത്, ഞാൻ എന്തൊക്കെ ജോലി ഇന്ന് ചെയ്തെന്നറിയാം. ഞാൻ ചോദിച്ചു, നമ്മുടെ വീട്ടിലാണോ വേറെ വെളിയിലാണോ? അല്ലെ നമ്മുടെ വീട്ടിൽ തന്നെ. ഞാൻ പറയാൻ ലിസ്റ്റിൻ്റെ ആവശ്യമില്ല. ഹലോ, നമ്മളിങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കുന്നെങ്കിൽ അതിനകത്ത് വലിയ സ്നേഹമില്ലെന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നതിനകത്ത് ഓരോ ലിസ്റ്റ്, ഞാൻ ഇന്ന ചെയ്തു, നീയും കുറെ ഇന്ന ചെയ്തു, അതിനർത്ഥം ഡ്യൂട്ടി എന്നേ ഉള്ളൂ. എൻ്റെ സ്വന്തമെന്ന് നിനക്ക് തോന്നിയിട്ടില്ല. സഭയിലും അങ്ങനെയൊക്കെ തന്നെ എല്ലാം ഡ്യൂട്ടി. ഞാൻ രാവിലെ വന്ന് ഇന്നൊക്കെ പായെല്ലാം പിടിച്ചിട്ട് ഞാനാ ഡ്യൂട്ടിയാണ്. ഞങ്ങളുടെ അവിടെ ഒരു മോനുണ്ട്, അവനാ പായൊക്കെ വിരിക്കുന്നു. അവന് ജോലി കിട്ടി, UK പോയി. പിന്നെ വേറൊരു അങ്കിൾ ഏറ്റെടുത്ത വിരിക്കൽ. എന്നെ മടുപ്പാന്ന് പുള്ളി പറഞ്ഞു, എല്ലാവരും എഴുന്നേക്കണം കേട്ടോ, ഇത് വിരിച്ചിട്ട് വേണം എനിക്ക് പാൻ. പിന്നെ പുള്ളി വരുന്നിടം വരെ വിരിച്ചില്ലെങ്കിൽ ഞാൻ വന്നിട്ട് വേണം വിരിക്കാൻ. ആ പായൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ആ പാ അന്നുകൊണ്ട് തീരുമെന്ന് വിചാരിക്കും. കാരണം അതൊക്കെ അങ്ങ് ഇറിറ്റേറ്റ് ഉണ്ട്, നമ്മളെ അങ്ങ് വല്ലാതെ അസഹ്യപ്പെടുത്തും. പ്രവൃത്തിയുടെ പദത്തിൽ നിന്ന് കർത്താവ് പറയുക, അതാണ്ടേ ചുമ്മാ ഇരിക്കാം, മറിയ ചുമ്മാ ഇരിക്കും. വസ്തുത എന്താ ചെയ്യുന്നത്? അവൻ്റെ സാന്നിധ്യത്തെ അവൾ അറിഞ്ഞപ്പം മുതൽ ചെയ്യുന്നതിനേക്കാൾ അവനോടൊപ്പമാകാൻ ആഗ്രഹിച്ചു. വലിയൊരു സാധ്യതയാണ് വേദപുസ്തകം നമുക്ക് വേണ്ടി തുറക്കുന്നത്. എന്താ? നിങ്ങൾക്ക് അവനോടൊപ്പമാകാനായിട്ട് കഴിയുമെന്ന വാക്ക്. അവനോടൊപ്പമാകാൻ കഴിയും. പിന്നെ വേദപുസ്തകം ഒത്തിരി പേരെ നിരത്തുന്നുണ്ട്, എങ്കിലും ഒത്തിരി വർക്കൊന്നുമില്ല. ജസ്റ്റ് അവൾ അവിടെ ഇരിക്കുന്നു. ഒറ്റൊരു ഒരു 2 വരി മാത്രമേ ഉള്ളൂ. അവൾ അവൻ്റെ പാദപീഠത്തിലിരുന്നു അവനെ കേട്ടുകൊണ്ടിരുന്നു. ഇപ്പൊ സ്നേഹം എന്ന് പറയുന്ന ഒന്ന് സൈലന്റ് ആകുക എന്നുള്ളതാ ഒരു മേഖല. ഈ നമ്മളെ ഒത്തിരി കേൾപ്പിക്കുന്നതിനേക്കാൾ നമ്മെ സൈലന്റ്. എത്ര നാളായി ശരിക്കും സൈലന്റ് ആയിട്ട്? നമ്മളെല്ലാം വയലന്റ് ആണ്. സൈലന്റ് ആയിട്ട് എത്ര നാളായി? വലിയ പാടായി സൈലന്റ് ആകുക എന്ന് പറയുന്നത്. ദൈവസന്നിധി സൈലന്റ്. എനിക്കൊന്നും ഇന്ന് ആവശ്യം. ദൈവം ഫ്രീ ആവും, നീയും ഫ്രീ ആവും. ദൈവം പരാതി കേട്ട് ഇടപാട് തീർന്നിരിക്കുക. കർത്താവ് വിചാരിച്ച്, ഈ പുള്ളിയെ വിചാരിച്ച് എല്ലാം കൊടുത്ത് റെഡിയാക്കിയാൽ നേരെ ആയിക്കോളൂ എന്നാണ് വിചാരിച്ചു. വിളിച്ചന്ന് മുതൽ എന്നൊക്കെ പ്രശ്നങ്ങളാണ്. ഉള്ള കാര്യം എല്ലാത്തിനും അങ്ങ് പരാതി. അത് ചെയ്യാൻ കിടക്കുന്നു, ഇത് ചെയ്യാൻ കിടക്കുന്നു. പിന്നെ കുറേ വാഗ്ദത്തങ്ങൾ 2015 പറഞ്ഞിട്ടുണ്ട്. 2016, 17 വാഗ്ദത്തങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ. ദൈവം അങ്ങ് മടുത്തെന്ന് വേണേ പറയാം. ഹലോ,
ഓർപ്പിച്ചുണർത്തണ്ടേ ആയിരിക്കാം, പക്ഷേ ഒന്ന് സൈലന്റ് ആകാൻ കഴിയുമോ? ഇത്ര നാളായില്ലേ ദൈവത്തെ സേവിക്കുന്നു, ഒരു ദിവസമെങ്കിലും പുള്ളിയെ ഫ്രീ ആയിട്ടൊന്ന് രാത്രി വിട്ടിട്ട്, കർത്താവ് ഫ്രീ ആയിക്കോ, ഞാനിവിടെ ചുമ്മാ ഇരുന്നോളാം, ശരിയല്ലേ? ഒത്തിരി വർഷമായില്ലേ, ഇന്ന് കർത്താവ് ഫ്രീ ആയിക്കോ, എനിക്ക് വലിയ പരാതികളൊന്നുമില്ല, ഐ ആം സാറ്റിസ്ഫൈഡ്. പൗലോസൊക്കെ പറയുന്ന പദം കേട്ടോ, ഐ ആം സാറ്റിസ്ഫൈഡ്. എല്ലാം ഉണ്ട്, ഉണ്ണാനും ഉടുക്കാനും ഉണ്ട്. ഞങ്ങൾ ആഗ്രഹിച്ചതിലും പ്രതീക്ഷയിലും ഒക്കെ അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതും വിചാരിക്കാത്ത മേഖലയിൽ ഞങ്ങളുടെ തലമുറകളായിട്ടുണ്ട്. അവർക്ക് അതിൻ്റെ മുകളിൽ വേറൊരു ഏണിയുടെ വെക്കുന്നില്ല. ഇതൊന്നും ഞങ്ങൾ അർഹതയുള്ള മേഖലക്കകത്തല്ല. ഇതിനെല്ലാം ഞങ്ങൾ നന്ദിയും കടപ്പാടുമുണ്ട്. ഇനഫ്, എനിക്ക് മതി എന്ന് പറയുന്ന ഒരു തലം. ഇനഫ് മനുഷ്യനെ കൊണ്ട് പറയാൻ പറ്റാത്തൊരു സാധനം. ഈ കൊച്ചിരിക്കുന്നുണ്ടോ, അവക്ക് കല്യാണം കഴിച്ചിട്ടില്ല, മാതാപിതാക്കളുടെ ലിസ്റ്റ് വേദപുസ്തകത്തിലില്ല. ഒത്തിരി ബന്ധപ്പെടാം, ദരിദ്ര കുടുംബം, ബെഥാന്യയിലെ ലാസറിന്റെ ഫാമിലി. എന്തൊക്കെ കാര്യം പറയാൻ കാണും. ദൈവത്തെ അടുത്ത് കിട്ടിയതല്ലേ, തൊട്ടടുത്ത് ദൈവത്തെ കിട്ടിയല്ലേ, എന്തൊക്കെ അവർക്ക് അവതരിപ്പിക്കാൻ കാണും. ഒന്നും പറയാനില്ല. ശരിക്കും നിങ്ങൾ കർത്താവിനെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയാലുണ്ടല്ലോ, ഇതിനപ്പുറം ഒന്നും ചോദിക്കാനില്ലാത്ത ഒരു മേഖല നിങ്ങളുടെ അകത്ത് തുറക്കും. സാജു മാത്യു ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലോ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ രാജാവ് ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ്, ദേശം സന്ദർശിക്കാനായിട്ട്. അങ്ങനെ സന്ദർശിച്ച് ചെന്ന സമയത്ത് രാത്രിയോടടുക്കുമ്പം ഒരു മെഴുകുതിരി വെട്ടത്തിലിരുന്ന് ഒരു ഭിക്ഷക്കാരൻ ആഹാരം പാചകം ചെയ്യും. രാജാവ് ആ ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുക്കലിരുന്നു. ഭിക്ഷക്കാരൻ നോക്കിയപ്പോൾ കൊണ്ട് വേറൊരു ഭിക്ഷക്കാരൻ സംസാരിച്ചു. സംസാരത്തിൻ്റെ അവസാനം ഈ പകല് കിട്ടിയ പയർവർഗ്ഗങ്ങളും അരിയും എല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച ആ ആഹാരം ഭിക്ഷപാത്രത്തിൽ രാജാവിനെ നീട്ടി. രാജാവ് ആദ്യമായിട്ട് അങ്ങനെ ഒരു പാത്രത്തിൽ കഴിക്കും. രാജാവ് അവൻ്റെ വർത്തമാനത്തിൻ്റെ ആഴത്തിൽ പാത്രമൊന്നും ശ്രദ്ധിച്ചില്ല. അത് മേടിച്ച് ആഹാരം കഴിച്ചപ്പം ഭയങ്കര ടേസ്റ്റ്, അവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസവും രാജാവ് വേഷം മാറി അവൻ്റെ അടുക്കൽ ചെന്നു. ഒത്തിരി സംസാരിച്ചു, രാത്രിയിൽ ആഹാരം കഴിച്ചു, പിരിഞ്ഞു. എന്തോ രാജാവിന് മനസ്സിലായി, ഇവൻ സിൻസിയറായ ഒരു മനുഷ്യന്. അവരുടെ രാജ്യത്തുള്ള കണ്ടുമുട്ടുന്നതിൽ മുഖസ്തുതി പറയാത്ത, പുകഴ്ത്താത്ത, നോർമലായിട്ട് ഇടപെടുന്ന ഒരു മനുഷ്യനെ രാജാവ് കണ്ടെത്തുക. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് വാസ്തവത്തിൽ നമുക്കിഷ്ടമില്ലെങ്കിലും അവരെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യിപ്പിച്ച് നിർത്തും. പക്ഷെ ഇത് സിൻസിയർ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ രാജാവിന് മനസ്സിലായില്ല, ഇവനെ ഇങ്ങനെ ഇനി കളിപ്പിക്കാനൊക്കെ ഇല്ല. ഇന്ന് അവനോട് ഞാൻ പറയണം ഞാൻ രാജാവാണെന്നും അവന് നല്ല സമ്മാനമൊക്കെ കൊടുക്കണം. അവിടെ ചെന്നിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, രാജാവ് നീ കേക്ക്, ഞാൻ ഈ രാജ്യത്തെ രാജാവാണ്. ഇനി നമ്മൾ ഇങ്ങനെ സന്ധിച്ചെന്ന് വരികയില്ല. ഞാനിതുകൊണ്ട് ഇന്നുകൊണ്ട് ഈ വേഷം മാറുക. നിനക്കിഷ്ടമുള്ളത് ചോദിക്കുക, ഞാൻ നിനക്കിഷ്ടമുള്ളത് തരും. മാത്രമല്ല എനിക്കിതിനെ നന്നായി ബോധിച്ചു. ഒന്നുകിൽ നിനക്ക് എന്നോടൊപ്പം പോരാം. എന്താ നിന്റെ തീരുമാനം? ആഹാരം കഴിച്ചു കഴിഞ്ഞ് പാത്രം തിരികെ കൊടുക്കുമ്പോഴും അവനൊന്നും മിണ്ടുന്നില്ല. രാജാവ് പറഞ്ഞു, ചോദിക്കേ, നിനക്കെന്ത് വേണമല്ലോ, ഇനി നമ്മൾ ഈ വേഷത്തിൽ കണ്ടെന്ന് വരികയില്ല, അതുകൊണ്ട് ഇതിന്ന് ലാസ്റ്റാണ്. അങ്ങനെ അവൻ പറഞ്ഞു, രാജാവേ എനിക്കൊന്നും ആവശ്യമില്ല. ഈ രാജ്യത്തിലെ രാജാവ് എൻ്റെ വേഷത്തിൽ എൻ്റെ ഭിക്ഷപാത്രത്തിൽ കഴിക്കാൻ എന്നോടൊപ്പം ഇത്രയും ബാധ്യതകളുള്ളൊരു മനുഷ്യൻ രാത്രിയിൽ അല്പമണിക്കൂർ ചെലവിടുവാൻ അങ്ങ് കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, ഇതിനപ്പുറത്ത് എനിക്കൊന്നും ആവശ്യമില്ല. പിന്നെ അങ്ങക്ക് എന്തെങ്കിലും എന്നോട് ചെയ്യാനുണ്ടെങ്കിൽ വല്ലപ്പോഴും ഈ വേഷത്തിൽ എൻ്റെ അടുക്കൽ ഒന്ന് വന്നിരിക്കാൻ ഞാൻ കൊതിക്കുന്നുണ്ട്. ആ എഴുത്തിങ്ങനെ എഴുതുന്നേ, ദൈവത്തോടും അവൻ്റെ രക്ഷയുടെ പദ്ധതിയോടും മനുഷ്യൻ്റെ വേഷത്തിൽ സ്വർഗോന്നതികളെ വിട്ട് തന്നെത്താൻ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ അതേ വേഷത്തിൽ നമ്മോടൊപ്പം ഇരിക്കാൻ കഴിയുന്ന
ഒരു ദൈവത്തിനപ്പുറത്ത് നമുക്ക് എന്താണ് ആവശ്യം? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് അവന്റെ വലിപ്പവും നിന്റെ പൊസിഷനും കൂടെ ഒന്ന് അടുത്തു വരുമ്പോ ഈ പകൽ ഒന്നും ചോദിക്കാൻ കാണുകയില്ലെന്നുള്ളതായിട്ട്. ചില സമയങ്ങളിലൊക്കെ ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പം കരയാറുണ്ട്. ഈ കരയുന്ന ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോഴാണ്. എവിടെയൊക്കെയോ അവസാനിക്കേണ്ട, അല്ലെങ്കിൽ ഏതോ ഒരു ചെറിയ കുടുംബത്തിനകത്ത് തീരണ്ട എന്നോടൊക്കെ കാണിച്ച് അവന്റെ സ്നേഹത്തിന്റെ ആഴം എത്ര വലിപ്പമാണെന്നറിയും. എന്നോട് കാണിച്ച് അവന്റെ ദയയുടെ ആഴം വലുതാകയാൽ പല പ്രാർത്ഥനയ്ക്കകത്തും ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, എനിക്കൊന്നും ആവശ്യമില്ല. ഒത്തിരി ബദ്ധപ്പാടുകളുടെ ചുമതലക്കാരനാകുന്നതിനേക്കാൾ തന്നതിൻ്റെ അകത്ത് വിശ്വസ്തനാകാനുള്ള ഒരു ബദ്ധപ്പാടുകൾക്കകത്ത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, പുതിയ ചില കാര്യങ്ങൾ അടുപ്പിക്കുന്നതിനേക്കാൾ അവനോടൊപ്പം അവൻ തന്നതിനകത്ത് ചിലതൂടെ ക്വാളിറ്റി ഉള്ളവരാകാൻ ഈ മണിക്കൂറുകളൊക്കെ മറ്റൊരു രാജ്യത്ത് അവരുടെ ശുശ്രൂഷയിലാകണ്ട, വിസയും ടിക്കറ്റും അവരിട്ട് തന്നിട്ട് എന്താ നിങ്ങളുടെ ക്വാളിറ്റി? ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല ഇപ്രാവശ്യം, വരുന്നില്ല. അവർ ചോദിച്ചാൽ എന്താ വരാത്ത? എനിക്കെന്തോ പണത്തോടുള്ള താല്പര്യം കൂടുതലോ കുറവോ ഒന്നുമല്ല, ശുശ്രൂഷകളെ കുറിച്ചുള്ള ആഗ്രഹങ്ങളും ഇപ്പം വലുതായിട്ടില്ല. കുറേ നാളായിട്ട് എൻ്റെ ഉള്ളത്തിലുള്ളൊരു വ്യഥ ഞാൻ പറയാം. പരിമിതികളില്ലാതെ അവനോടൊപ്പം നടക്കാൻ, വാഗ്വാദങ്ങളില്ലാതെ അവനോടൊപ്പം ചേർന്നിരിക്കാൻ, പരാതികളില്ലാതെ അപ്പനെ ഒന്ന് സ്നേഹിച്ചെടുക്കാൻ എന്തോ ഈ പകൽ ഇവിടെ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ അവനുമായിട്ട് കണക്റ്റ് ആകുക. ഒരു പ്രസംഗം കൊണ്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾ അവനുമായിട്ട് അല്പം മിനിറ്റുകളൊന്ന് അടുത്തു വരാൻ. കണ്ണടച്ചോ, കരയണേ കരഞ്ഞോ, എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയത്തില്ലെങ്കിലും ദൈവത്തിനറിയാം. എവിടെയൊക്കെയോ ചിലത് വലിച്ചു മാറ്റുക അവൻ. ഒത്തിരി ബദ്ധപ്പാടുകളുടെയും ഓട്ടങ്ങളുടെയും നടുവിൽ നിന്നെ ഒന്ന് സാവധാനപ്പെടുത്താൻ അവന്റെ ബദ്ധപ്പാട് വലുതാണെന്നറിഞ്ഞു. ഒത്തിരി പേര് കൊതിച്ചിട്ടും കിട്ടാത്ത ആത്മാവിനെയും, ഒത്തിരി പേർ ദർശനം കണ്ടിട്ട് പ്രാപിക്കാത്ത കൃപയെയും, പഴയ നിയമത്തിന്റെ പ്രവാചകന്മാരെല്ലാം പ്രവചിച്ചു നോക്കിയിട്ടും നിങ്ങൾ നിൽക്കുന്ന കൃപയിലേക്ക് ആർ കടക്കുമെന്നറിയേണ്ടതിന് രാപ്പകൽ അവർ നിലവിളിച്ചിട്ടും അവർക്കായിട്ടല്ല ശുശ്രൂഷ എന്നറിഞ്ഞിട്ടും അവർ പ്രവചിച്ചു കൊണ്ടിരുന്നത് ഈ നിൽക്കുന്ന കൃപയിലേക്ക്. നിങ്ങളെ നിൽക്കുന്ന യോഗങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട്, പ്രാർത്ഥന കൂട്ടങ്ങൾ ഒത്തിരിയുണ്ട്, ഉപവാസങ്ങൾ ഒത്തിരിയുണ്ട്. ഞാൻ ഇന്ന് പകൽ ദൈവാത്മാവിൽ കാൽവറി ചർച്ചിനോട് പറയട്ടെ, ഇന്ന് പകല് മുതൽ നീ വ്യത്യസ്തനാകാൻ, ഈ പകല് മുതൽ അവന്റെ കൊച്ചാകാൻ, ഈ പകല് മുതൽ അവൻ സ്നേഹിക്കുന്ന ഒരുവനാകാൻ ദൈവത്തിന്റെ ഒരു ക്ഷണമുണ്ട്. അല്ലെ പലതീന്ന് നിന്നെ ഇങ്ങനെ അടർത്തത്തില്ലല്ലോ, പലതീന്ന് നിന്നെ ഇങ്ങനെ പൊഴിപ്പിച്ച് നടത്തുന്നത്. ഒത്തിരി നഷ്ടമെന്നൊക്കെ തോന്നുന്നെങ്കിലും പലതീന്ന് നിന്നെ വലിച്ചടിപ്പിക്കുന്നതും പലതീന്ന് തെറ്റിമാറ്റുന്നതും പലതീന്ന് കൊണ്ടു നടക്കുന്ന എല്ലാം ഒറ്റ വാക്കിനാണ്, അവനോടൊപ്പമാകുക എന്നുള്ളത്. ഓടിക്കറാം. അവൾ അവിടെ സൈലന്റ് ആയി. എനിക്കത് പറ്റുന്നില്ല, പലപ്പോഴും എനിക്ക് സാധ്യമാകുന്നില്ല അങ്ങനെ സൈലന്റ് ആകും. കാരണം ആവശ്യങ്ങൾ മുഖം ഒത്തിരി കിടക്കുക. ഒരു ദിവസം കർത്താവിനോട് ചോദിച്ചു, എത്ര ദിവസം കാണും ലാസ്റ്റ്? ഞാൻ വെറുതെ 365 കൊണ്ട് നിങ്ങൾ വെറുതെ ഒന്ന് ഗുണിച്ചു നോക്കി, 30,000 ദിവസത്തിന്റെ കേസേ ഉള്ളൂ. ഹലോ, ഒരു കൊച്ചിന് ഫീസ് കൊടുക്കുന്ന പൈസയുടെ തുക പോലും ഇല്ല, ഒരു ആയുസ് എന്നൊക്കെ.
ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ട് ആവശ്യം തീരുന്ന പരിപാടി. പക്ഷേ ആവശ്യത്തെ മാറ്റിവെക്കാൻ കഴിയുന്നതാണ് കൃപ. സ്തോത്രം വന്നില്ല. ആവശ്യത്തെ ഒന്ന് മാറ്റി നിർത്താൻ കഴിയുമ്പോഴാണ് കർത്താവ് നിന്നോടൊപ്പം ഇറങ്ങിത്തുടങ്ങും. രണ്ട്, അവനെ കേട്ടു എന്നാ പറയുന്നത്. അവനെ കേട്ടു, അവനെ കേൾക്കുന്നു എന്നുള്ളതാ കർത്താവ് കണ്ട രണ്ടാമത്തെ വിഷയം. അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വേറെ. നമ്മളെ ആർക്കും അടക്കാനൊക്കത്തില്ല, എന്നാലും അടങ്ങിയിരിക്കുക. രണ്ടവനെ കേൾക്കുക. ശരിക്കും ദൈവത്തെ കേട്ട് എത്ര നാളായി? ഷാരോന്റെ വളഞ്ഞവട്ടത്തെ ഹാളിൽ ഞായറാഴ്ചത്തെ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരമ്മച്ചി എൻ്റെ കൈക്ക് പിടിച്ചു. താഴേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയാണ്, പടിയൊക്കെ ഇറക്കി. ഞാൻ ചോദിച്ചു, അമ്മച്ചി വിടണോ, ഞാൻ കൊണ്ടുവിടണോ? വേണ്ട മോനെ, ഓട്ടോ വരും എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ ഞാൻ കുഞ്ഞിനോടൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഞാൻ 47 വർഷമായി യേശുവിനെ സേവിക്കുന്നു. 45 വർഷവും ദൈവം സംസാരിക്കാൻ. ഇപ്പൊ 2 വർഷമായിട്ട് ദൈവശബ്ദം കേൾക്കുന്നില്ല. സ്വപ്നത്തിലുമില്ല, ആരാധനയിലുമില്ല. അപ്പച്ചൻ എന്നെ കൈവിട്ടോ എന്നൊരു സംശയം. 2 വർഷമായിട്ട് ഇപ്പൊ അങ്ങനെ തീരെ ദൈവശബ്ദമില്ല. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ സ്റ്റില്ലായിപ്പോയി. എടാ, അത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ശരിക്കും നമ്മളൊരു ദൈവശബ്ദം വ്യക്തിപരമായി കേട്ടിട്ട് എത്ര നാളായിട്ടുണ്ട്? നമ്മൾ പിന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ അങ്ങ് നടക്കുന്നതേ ഉള്ളൂ. അപ്പന അസാധാരണമായി നമ്മോട് സംസാരിച്ചിട്ട് കേൾക്കുക എന്ന് പറയുന്നത് നോർമൽ കാര്യമല്ല. കേൾവി ഒരു ആറ്റിറ്റ്യൂഡാണ്. നമുക്കെല്ലാവരെയും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. എന്തിനാ ദൈവത്തിനെ വിടും? നമ്മുടെ കുഞ്ഞുങ്ങളെ കേട്ടിട്ടൊക്കെ ഒത്തിരി നാളായി, ഭാര്യയെ കേട്ടിട്ട് ഒത്തിരി നാളായി, നമ്മുടെ കൂടെ ഒക്കെയാ താമസിക്കുന്നെങ്കിലും ഒത്തിരി നാളായി അവൾ പറയുന്നത് എന്താന്ന് കേട്ടിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല, നീ ഇവിടെ അല്ലേ താമസിക്കുന്നു ആയിരിക്കാം, പക്ഷെ അവൾ പറയുന്നത് കേൾക്കുന്ന ഒത്തിരി നാളായി. ഞാനൊരു വീട്ടിൽ 1 മാസം അവരുടെ ഗസ്റ്റായിട്ട് താമസിച്ചു. പോകുന്നതിൻ്റെ അന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവരെല്ലാവരും കൂടെ വട്ടമിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ആങ്കിള് നല്ലൊരു അങ്കിളാണ്. എല്ലാ വേലയ്ക്കും ചുമൽ കൊടുക്കി ഓട് നടന്ന് ആളുകളെ പിക്ക് ചെയ്യുകയും കൊണ്ടുവരികയും പോവുകയും, പ്രാർത്ഥനയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവരൊരുമിച്ച് കുടുംബമായിട്ട് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് വരികയും, പ്രാർത്ഥന കഴിഞ്ഞ് വന്നാൽ ഉടനെ കുടുംബമായിട്ട് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. നല്ല പ്രാർത്ഥിച്ച് പകുതിയായപ്പം അമ്മാമ്മ പറയുക, സഹോദര അല്ലെങ്കിൽ മോനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചോദിച്ചാൽ എന്താ കാര്യം? ഞാൻ ഒത്തിരി നാളായിട്ട് എൻ്റെ ഹൃദയത്തിൽ കിടന്ന് വിങ്ങുന്ന ഒരു കാര്യം പറയാനാണ്. ഇനി ഞാൻ മടുത്തു. ആ പുള്ളിക്കാരത്തി അങ്ങനെ പറയാൻ എന്താ കാരണം നോക്കും. ഈ അച്ചായൻ എന്നെ കേട്ടിട്ട് ഒരു 6 വർഷമായി കാണും. അതാ പുള്ളിയുടെ വിഷമം. എനിക്കിപ്പം ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കൈയും കാലും എല്ലാം മരയ്ക്കുന്നുണ്ട്, എനിക്ക് മടുത്തു. ഇതൊക്കെ രാവിലെ മുതൽ വൈകിട്ട് വരെ ബിസിയാണ്. 5 മണിയാകുമ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വരും, അന്നേരം വണ്ടി എടുത്തുകൊണ്ട് മിനിസ്ട്രി എന്ന് പറഞ്ഞ് അങ്ങ് പോവാം. അതെല്ലാം കഴിഞ്ഞ് രാത്രി വന്നു കഴിഞ്ഞാൽ പിന്നെ വന്നതും കട്ടിൽ കാണുന്നുണ്ട്, ഉറങ്ങി. ശരിക്കും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ അടുത്തിരുന്ന് നിനക്കെന്താ പ്രശ്നമെന്ന് ചോദിച്ചിട്ട് ഒത്തിരി നാളായി. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്താ അവരെ കേൾക്കാത്ത? ഈ കേൾവി എന്ന് പറയുന്നത് നോർമലല്ല. അവരെ അറിയുക എന്നുള്ളതിനർത്ഥം. അറിയുക. നമ്മൾ ഈ ഒഴുക്കിനകത്തല്ലേ. നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്മൾ കേൾക്കുന്നേ ഇല്ല, ശ്രദ്ധിക്കുന്നില്ല. എടാ, ഈ ശരീരത്തിൽ നിൽക്കുന്ന ഒരാളെ കേൾക്കാൻ കഴിയാത്ത നിനക്ക് എങ്ങനെ ശരീരം കൂടാതെയുള്ള ദൈവത്തെ കേൾക്കാൻ പറ്റുക? അതുകൊണ്ട് ഈ വർഷമെങ്കിലും അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ കുടുംബത്തിനകത്ത് അവരോട് ചോദിക്കണം, എന്താ നിങ്ങളുടെ പ്രശ്നം, എന്താ നിന്റെ ഭാരം, എന്താ
അവൾ പറയും, തുറക്കും. ആ തുറക്കുന്ന ചിലപ്പോൾ കരച്ചിലോടൊക്കെയൊക്കെ ആയിരിക്കും അവസാനിക്കുന്നത്. നിങ്ങൾ വാശാകുകയാണ്, നിങ്ങളൊരു പുതിയ കൃപയ്ക്കകത്തേക്ക് കയറാൻ പോകുകയാണ്, പുതിയൊരു സ്നേഹത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ പ്രശ്നം മാതാപിതാക്കൾ അവരെ ശ്രദ്ധിക്കുന്നില്ല, അവരെ കേൾക്കുന്നില്ല. എൻ്റെ കൊച്ചിന് എന്നോട് സംസാരിക്കണം, അവൻ്റെ പ്രായമൊന്നും വിഷയമല്ല. ചിലപ്പം സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നിട്ട് അവനോട് ഒത്തിരി സംസാരിക്കാനുണ്ട്, എനിക്ക് ടൈമില്ല. അതുകൊണ്ട് അവനിങ്ങനെ മൂടിക്കെട്ടി അവൻ്റെ ലോകത്താകുക. നിങ്ങൾ കണ്ടില്ലേ ആൾക്കാരിങ്ങനെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങ് എന്താ പറയുക, ഒരു പ്രത്യേക ലോകത്ത് അവർക്ക് സംസാരിക്കാൻ അവരിങ്ങനെ ശരിക്കും എന്തോ പറ്റിയ പോലെ, എന്തോ മാനസിക രോഗം പോലെ ഇപ്പോൾ ആൾക്കാർ. എവിടെയെങ്കിലും പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ അവർ വേറെ ലോകത്ത്, എവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ. കാരണം എന്താ? ബന്ധങ്ങൾക്കകത്ത് അവരെ കേൾക്കാൻ ആളില്ലെന്നുള്ളത്. കർത്താവിന് ഏറ്റവും ആവശ്യം, ഒന്നുകൂടെ നിങ്ങൾ പറയുമ്പോൾ എന്നോട് പിണങ്ങരുത്, ആരാധിക്കുന്ന ഒരുവനേക്കാൾ അവൻ്റെ ശബ്ദത്തെ കേൾക്കുന്ന ഒരുവനാകാനാണ് കർത്താവിന് ആവശ്യം. ആരാധന ഒക്കെ സംഭവിക്കും, ആരാധന സംഭവിക്കാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഏലി വർഷങ്ങളായി ദൈവശബ്ദം കേട്ടിട്ട് ആരാധനയ്ക്ക് കുറവില്ല. പക്ഷെ ഒരു ബാലനാണ് അവിടെ കിടക്കുന്നതെന്നൊന്നും ദൈവം നോക്കിയില്ല. ദൈവത്തിന് ഇടപെടാൻ ഒരാളെ ആവശ്യമുണ്ട്, ദൈവത്തെ കേൾക്കാൻ ഒരാളെ ഇന്നും ആവശ്യമുണ്ട്. ഇന്നുമുണ്ട്, ഈ പട്ടണത്തിലുണ്ട്, ഈ സഭയ്ക്കകത്തുണ്ട്. എന്നെ കേൾക്കാൻ ഒരാൾ ആവശ്യമുണ്ട്. അവിടുന്ന് ആ ദൈവം നിങ്ങൾ തുറക്കുന്നത്, ദൈവശബ്ദമൊക്കെ അവിടുന്ന് തുറക്കുന്നത്. നമുക്ക് കൂടുതലും അങ്ങനെ ഒരു ചാനൽ അടയുന്നതുകൊണ്ട് ഈ പ്രവാചകൻ വേണമെന്ന് നിർബന്ധം പിടിക്കും. സ്വതന്ത്രം വന്നില്ല, കാരണം വ്യക്തിപരമായ ദൈവശബ്ദം കേൾക്കുന്നില്ല. അപ്പോൾ പിന്നെ പറയുന്ന ഒരാളെ നമുക്ക് കണ്ടെത്തിയേ പറ്റും. അത് ക്ലിയർ ആകണമെന്നൊന്നുമില്ല, ഒരു ബഹളമൊക്കെ കേട്ടാൽ മതി. തല്ലിലോട്ട് കൈവച്ച് ഒരു ബഹളവും മകളെ എന്ന് വിളിച്ചാലൊക്കെ മതി. അതൊക്കെ അത്രേൻ്റെയൊക്കെ ആവശ്യം. ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, അവർ പറയുന്നൊന്നും മനസ്സിലാകത്തില്ല. പോരാട്ടം വിട്ട് വട്ടം വിട്ട് ചുറ്റി പറഞ്ഞതൊക്കെ പറയുന്നു. സംഗതികളൊന്നും പിടികിട്ടത്തില്ലെങ്കിലും ജനം ഭയങ്കര ആരാധനയില്ല. ഞാൻ വൈഫിനോട് ചോദിച്ചു, എടി നിന്നോട് എന്താ പറയുന്നത്? എന്തോ എന്നൊന്നും അറിയത്തില്ല. തലയിലോട്ട് കൈവച്ചു ഒരു ഓർമ്മയുണ്ട്. പിന്നെ ഞാനങ്ങ് ആത്മാവിൽ കയറിപ്പോയി. വരുന്നവരെല്ലാം നമ്മളോട് പ്രവചിക്കുന്നുണ്ട്. നമുക്കറിയാം ഇതിനകത്തൊന്നും വലിയ കാര്യമില്ലെന്നെങ്കിലും ഒരു സുഖം ഇതൊക്കെ കേൾക്കുന്നു. നമ്മുടെ ലൈഫൊന്നും മാറാൻ പോകുന്നില്ല, പക്ഷേ നമുക്കൊരു സുഖം, ദൈവം എന്നോട് ഇടപെടുന്നുണ്ടല്ലോ. പിന്നെ അതൊരു ക്വാളിറ്റിയുമാണ്. കാരണം മറ്റാരോടും ഇടപെടാഞ്ഞപ്പം എന്നോട് ദൂതുണ്ടായിരുന്നെന്നൊക്കെ പറയുമ്പം സ്വതന്ത്രം പറയുന്നില്ല. ഈ പോകുമ്പോൾ ചോദിക്കും, അമ്മാമ്മയോട് എന്നോട് സംസാരിക്കും, ഞാനൊത്തിരി പ്രാർത്ഥിച്ചാണ്, പക്ഷെ എന്നോടുണ്ടായിരുന്നു എന്ന് പറയുന്നതും ഒരു ക്വാളിറ്റിയാ. ആട്ടെ, വ്യക്തിപരമായി കേട്ടിട്ട് എത്ര നാളായി? വ്യക്തിപരമായി കേൾക്കുന്നതാണ് യാഥാർത്ഥ്യത്തിൽ നിന്നെ നിലനിർത്തിയിരിക്കുന്നത്. ഈ വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ നിന്നെ യെരൂശലേമിൽ നിർത്തുമെന്നൊരൊറ്റ വാക്ക് നിമിത്തം അഗബാസ് അരക്കച്ചയിട്ട് കെട്ടി ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ്? യെരൂശലേമിൽ ബന്ധിക്കപ്പെടുമെന്ന് പറയുമ്പോൾ പൗലോസ് പറഞ്ഞു, അതെൻ്റെ ആകുന്നു. എന്താ തൻ്റെ ഇടം? കാറ്റും കോളും 14 രാവും 14 പകലുമൊക്കെ ദിക്കേതാന്നറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷേ രാവും പകലും തിരിച്ചറിയാത്ത പ്രതിസന്ധിക്കകത്തും അവൻ പറയുന്നു, എൻ്റെ ഉടയവൻ എന്നോട് സംസാരിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഈ പകലിൽ നീ കടന്നു പോകുന്ന ഏതു പ്രതിസന്ധിക്കകത്തും മാനുഷ്യ വാക്കുകളുടെ ശബ്ദങ്ങളെക്കാൾ നിന്നെ ഉരുവാക്കിയ ദൈവത്തെ കുറിച്ചൊന്ന് ഇടപെടുന്നതാണ് ഏറ്റവും ആഴമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കർത്താവ് എന്നോട് ഇടപെടുന്ന ഏറ്റവും ശ്രേഷ്ഠം കാര്യം എന്താണെന്നറിയാമോ? അവൻ എന്നെ കുറിച്ച് മുഴുവൻ വ്യക്തമായി അറിയാം. സാരമില്ലെന്നൊരൊറ്റ വാക്ക് എൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ പറഞ്ഞാൽ ഞാൻ ധൈര്യപ്പെടുക. വലിയ
വലിയ വാക്കുകളുടെ ആഴമൊന്നും വേണം നിർബന്ധമില്ല. സാരമില്ല. ഒരു നല്ല ആരാധനയുടെ നടുവിൽ സ്വർഗം എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാരമില്ല, എന്തോ ആശ്വാസമായിട്ട്. കുറച്ചിട മുമ്പ് പണ്ട് ഞാൻ ആരാധിച്ച് സഭയ്ക്കകത്ത് പോയി. അന്ന് ഞാൻ പാസ്റ്ററല്ല, വിശ്വാസിയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോഴെല്ലാം അവർക്കും വലിയ സന്തോഷം. കാരണം ഞാൻ നല്ലതായിട്ട് സൗദിയിൽ നിന്ന് വന്ന ആ സ്പിരിറ്റാണ്. ഭയങ്കരമായിട്ട് കൈയടിച്ച് അന്യഭാഷ ഏറ്റവും ഉറക്കെ പറഞ്ഞ് എനിക്ക് അതൊരു തൃപ്തിയാകത്തുള്ളൂ. ഞാൻ നിർത്തിയിട്ട് വേണം പാസ്റ്റർക്ക് അടുത്ത പ്രോഗ്രാം. പക്ഷെ ഞാൻ ആത്മാവിൽ അങ്ങ് പോകും. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമേ ഉള്ളല്ലോ ബഹളം വെക്കുന്നത്. അതുകൊണ്ട് ഞാനും കുറച്ചുകൂടെ കയ്യടിക്കൊക്കെ കുറച്ചു. ഈ ഒത്തിരി ബഹളത്തിൽ അന്യഭാഷ പറയുന്നതൊക്കെ കുറച്ചു. ഒരു ദിവസം പാസ്റ്റർ എന്നോട് പറയാം, ഞങ്ങൾക്ക് അന്നേ അറിയായിരുന്നു നോർമലാകുമെന്ന്. വാസ്തവത്തിൽ നമ്മുടെ ഈ സിസ്റ്റത്തിന് നോർമൽ എന്നാ പറയുന്നത്. ഞാൻ ഈയിടെ ആ സഭയിൽ പോയിട്ട് തിരിച്ചു പോരുക. അപ്പം ഇന്ന് ഞാൻ പാസ്റ്റർ. അന്ന് ഞാൻ ഒരു സാധ്യതയില്ലാത്ത ഒരാളാണ്. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടില്ല, എന്താ ജീവിതത്തിൽ ഒന്നും അറിയത്തില്ലാത്ത ഒരാൾ. അന്ന് കുറച്ചുകൂടെ ദൈവമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഈയിടെ ആ സഭയിൽ പോയി ഞാൻ ബാക്കിൽ കസേരയിരുന്നു. പ്രസംഗിക്കാൻ അവസരം തന്നു. ഒരു അരമണിക്കൂർ പ്രസംഗം എല്ലാം കഴിഞ്ഞു. പിന്നെ ആരാധനയും ഞാൻ കുറച്ച് നേരം ടാറ്റയൊക്കെ കാണിച്ചു. കാരണം അങ്ങനെ കൈയടിക്കേണ്ട കാര്യം ഇപ്പം ഇല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. ആവർത്തന പുസ്തകനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തന പുസ്തകം അവരെ ഓർപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വസ്തുവകൾ സ്വന്തമായി കിട്ടും, നിങ്ങൾക്ക് മുന്തിരിത്തോട്ടങ്ങൾ കൈവശപ്പെടുത്തും, നിങ്ങൾ വീടുണ്ടാക്കും, നിങ്ങൾ കുഴിക്കാത്ത കിണറിൽ നിന്ന് അനുഭവങ്ങളെ കൊള്ളും. അന്ന് നീ സൂക്ഷിച്ചു കൊടുക്കുക, നിന്റെ ദൈവമായ കർത്താവിനെ മറക്കാതിരിപ്പാൻ. ആ വാക്ക് അത്ര കനമുള്ള വാക്കാന്ന് നമുക്ക് തോന്നില്ലെങ്കിലും അത് യാഥാർത്ഥ്യമാണ്. ഇല്ലാത്തവനും ഉള്ളവനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മനസ്സിൽ ഇല്ലാത്തവൻ സ്നേഹിക്കുന്നവനും ഉള്ളവൻ സ്നേഹിക്കുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഒരു 25 ലക്ഷം ബാങ്കിൽ കിടക്കുന്ന ഒരാൾ 150 രൂപ കറണ്ട് ബില്ല് കൊണ്ട് തരുന്ന ആ പോസ്റ്റ്മാനെ വാസ്തവത്തിൽ പുച്ഛത്തോടെ നോക്കും. എത്ര ഉണ്ട്? 150. അല്ല, എന്ത് സാവധാനമാണ്. ഒരു വഴിയില്ലാത്തവൻ 1000 രൂപയുടെ ബില്ലൊക്കെ കയറി വരുമ്പോഴാണ് ഈ 2 ലെവലാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ആരാധിച്ചതും ഇങ്ങനെ ഇതിന് അന്തരം വലുതാണ്. ഇപ്പം ഞാൻ മടങ്ങി പോകുമ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ എന്നോട് ദൈവം ചോദിച്ചു, നിന്റെ അന്തരം കണ്ടോ വിശ്വാസത്തിന്? ഒരു 10-20 വർഷം മുൻപ് നിനക്കുണ്ടായിരുന്ന ആത്മാർത്ഥതയെന്ന് വേണേ പറയാം, ഇപ്പം കഴിവുണ്ടെന്നുള്ള ധാരണയും മറ്റേതില്ലായ്മയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നിന്റെ അന്തരം അറിയണം, എന്നോടുള്ള നിന്റെ താല്പര്യത്തിൻ്റെ അന്തരം. ഞാൻ വാസ്തവത്തിൽ പൊട്ടിക്കരഞ്ഞുപോയി. ഞാൻ പറഞ്ഞു സമ്മതിക്കാതെ നിവൃത്തിയില്ല. കാരണം ഇന്ന് വലിയ ആരാധനകളൊക്കെ നമുക്ക് വളരെ കാഴ്ചകളാണ്. വലിയ ആൾക്കാരൊക്കെ ആരാധിക്കുമ്പോൾ നമ്മളവിടെ ഗസ്റ്റാണ്, നമ്മളവിടെ സൈലൻ്റായിട്ട് നിൽക്കത്തേ. ചാടുന്ന അച്ചായനെയും അമ്മാമ്മയൊക്കെ ഇങ്ങനെ നമ്മളവിടെ നിൽക്കത്തേ. അവരോടൊപ്പമാകാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ മനസ്സിലാകുന്നുണ്ട് ഞാനീ പറയുന്നത്. പല ദൈവസാന്നിധ്യത്തിന് മുമ്പിൽ വരുന്ന പാസ്റ്റർ ആരാന്നറിഞ്ഞെങ്കിലേ നമുക്ക് ഒരു എഫക്റ്റ് വരുന്നു. ഇന്നാരാവുന്നു, ഇന്നെന്തെങ്കിലും സംഭവിക്കും, രക്തം ചെയ്യും, അപ്പം നമ്മൾ കയറി വരിക. പക്ഷെ നമ്മുടെ ആ കാഴ്ചപ്പാടിനകത്ത് ഒതുങ്ങാത്തൊക്കെ നമ്മൾ പിന്നെ ആരാய்ச்சிട്ട് വലിയ കാര്യമില്ല, ഇനി എന്തെങ്കിലും ഇങ്ങനെ ഒരു അന്തരം നമ്മുടെ. എനിക്കറിയത്തില്ല എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നീ ആ പഴയ നിന്റെ ആ സ്നേഹത്തിലേക്കും ദൈവത്തെ കാത്തിരിക്കുമ്പോൾ അകത്തുണ്ടാകുന്ന ഒരു വ്യഥ, കർത്താവേ എന്നോട് സംസാരിക്കണമെന്ന് ഓരോ പ്രാർത്ഥനയ്ക്കകത്തും ഓരോ ആരാധന യോഗത്തിനകത്തും ഗസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നല്ല, അപ്പൻ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ആരാധിച്ച മേഖലയിലേക്കും ഒന്ന്
ഒന്ന് മടങ്ങി വരാനായിട്ടൊരാഹ്വാനം. കേൾവി. കേൾവി. 3 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് സ്നേഹത്തിനെ ലയിക്കുന്ന പദത്തിൽ. കമ്മിറ്റ്മെന്റ് എന്നൊരു വാക്കുണ്ട്. ബന്ധം, ഈ കുടുംബമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന കമ്മിറ്റ്മെന്റ്. നമുക്ക് ചില കമ്മിറ്റ്മെന്റുകൾ ഉണ്ടാകും ദൈവത്തെ ആരാധിക്കാൻ. രണ്ടാമത്തെ പാഷനാണ്. പാഷൻ, ആവേശം, ആഗ്രഹം എന്നൊക്കെ തോന്നാം. അത് വസ്തുക്കളോട് തോന്നാം, ദൈവത്തോട് തോന്നാം. മൂന്നാമത്തെ ഒരു പദമുണ്ട്, ഇന്റിമസി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങളൊക്കെ തുറക്കത്തക്ക രീതിയിലുള്ള ഒരു ബന്ധം. ഇത് മൂന്നും കൂടെ ചേരുന്ന അഗാപ്പെ. അഗാപ്പയ്ക്കകത്ത് പാഷൻ ഉണ്ടാകണം, ദൈവത്തോട് ഒരാവേശം ഉണ്ടാകണം. നമുക്ക് നമ്മുടെ ആവേശം മുഴുവൻ വസ്തുക്കളോടുള്ള ബന്ധത്തിലാണ്. നമ്മുടെ ആഗ്രഹം മുഴുവൻ ഈ ഭൂമിക്കകത്തെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കെല്ലാം തലകുനിക്കാതെ ഒരു പടിയിൽ നിന്ന് വേറൊരു പടിയിലേക്ക് ഭൂമിക്കകത്ത് ഉയർച്ച പ്രാപിക്കാനാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല സ്ഥിതി വരണമെന്നുള്ള ആശയ്ക്കകത്ത, പകരം ഇതെല്ലാം വിട്ടിട്ട് അവനോടൊരു ആഗ്രഹം തോന്നുന്ന ഒരു ലെവൽ, ദൈവത്തോടൊരു വലിയ ആഗ്രഹം തോന്നുക, പിന്നെ വേർതിരിക്കാൻ കഴിയാത്തൊരു അസാധാരണ ബന്ധത്തിലേക്ക് വരിക, രഹസ്യങ്ങൾ തുറക്കത്തക്ക നിലയിൽ അവനുമായിട്ടൊരു ഇൻറ്റിമസി വരിക. ഇതൊക്കെ ആ സ്നേഹത്തിൽ നിന്ന് തുറക്കുക. ഞാൻ കുറച്ചുകൂടെ ഒന്ന് നിർത്തിയിട്ട്, ഈ പ്രാർത്ഥന എന്നുള്ള ഭാഗമാണ് എങ്കിലും വേദോസം പറയുന്നത് കേട്ടോ, ഈ സ്നേഹത്തെ ആ കർത്താവിനെ അറിയണ്ടേ. അത് കർത്താവ് ഒരു കൊച്ചിങ്ങനെ അവൻ്റെ പാദത്തെ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ശീമോൻ ചോദിച്ചു, ഇവളാരാന്നറിയിരുന്നെങ്കിൽ. ശീമോൻ അറിയാവുന്ന ഇവളുടെ പാപത്തിൻ്റെ ലിസ്റ്റും അവളെ കുറിച്ചൊക്കെയാണ്. പക്ഷെ യേശു ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നല്ല, യേശുവിന് അതെല്ലാം അറിയാം, അവൾ ആരാന്നല്ലായിട്ട് അറിയാം. യേശു 7-ാം അധ്യായത്തിൽ ലൂക്കോസ് വിശേഷത്തിൽ വായിക്കുന്ന എങ്ങനെയാ, ശിമോനെ ഞാൻ നിന്നോടൊരു കടം പറയാം. ആ കഥ, ഒരുവൻ 500, ഒരുവൻ 50 കടപ്പെട്ടതാ. 2 വെട്ടും വിട്ടുവാൻ വകയില്ല. യജമാനൻ ഇളച്ചു കൊടുത്ത് 6 അധികം സ്നേഹിക്കും. അധികം ഇളച്ചു കിട്ടിയവൻ ഞാൻ ഊഹിക്കുന്നു. നീ പറഞ്ഞു ഉത്തരം ശരി, ഇവൾ അധികം ഇളച്ചു കിട്ടിയിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ആഴം കൂടിയപ്പോൾ സ്വർഗം പാപത്തിൻ്റെ ലിസ്റ്റല്ല നോക്കുന്നേ. മനസ്സിലാവുന്നുണ്ടോ? സ്നേഹത്തിൻ്റെ ആഴം കൂടുമ്പോൾ, ഈ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ പിന്നീട് വരുന്നുണ്ട്. ക്രിസ്തു എന്ന് പറയുന്ന, ക്രിസ്തു ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ യേശു നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്കെപ്പോഴും ഈ കണ്ണുനീരുകളുടെ മേഖലകൾ മാത്രമാകണമെന്നില്ല. ആ കണ്ണുനീരുകൾക്കകത്ത് അവൻ്റെ സ്നേഹത്തെ അറിയുമ്പോഴുണ്ടാകുന്ന ഒരു ചലനമുണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ റോമാലേഖനം 8:28 അത് പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടിയാവരിക്കും. സകലതും നന്മയ്ക്കായി കൂടിയാവരിക്കും. അപ്പം ഈ സ്നേഹവുമായിട്ടാണ് ദൈവം നമ്മെ കണക്കാക്കുന്നത്. ഞാൻ ഈ രാവിലെ ഒന്ന് ലഘൂകരിക്കുക. മൊത്തത്തിൽ നിങ്ങളുടെ ആ പ്രാർത്ഥനാനുഭവവും ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും ഇപ്പോഴത്തെ രീതിയും ഈ ശൂന്യതയും നിങ്ങളുടെ ആഘോഷങ്ങളും ആനന്ദങ്ങളും താല്പര്യങ്ങളുമെല്ലാം കുറേ സമയങ്ങളിലേക്കൊന്നും വിടവാങ്ങിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നുമില്ലാത്തൊരു മേഖലയ്ക്കകത്തേക്കൊന്ന് പ്രവേശിച്ചാൽ ഈ പകൽ ആത്മാവിൻ്റെ ഒരു പുതുക്കം നിങ്ങളുടെ മേലിറങ്ങും. അല്പസമയങ്ങൾ കണ്ണുകൾ അടയ്ക്കാം. നാം സ്റ്റാർട്ടിംഗ് ആണ്, നമ്മൾ തുടങ്ങുക. ചില സെക്ഷനുകൾ ദൈവം അനുവദിച്ചാൽ ഞാൻ നിങ്ങളോടൊപ്പം ആകും. എന്നെ വല്ലാതെ ഉലച്ച ചില മേഖലയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് എന്തോ നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുന്നു.